Dr. Hubert. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 1279 ദിവസം പരമ്പരയുടെ 1279 ദിവസമാണ്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ മലയാളം സെഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് മറ്റാരുമല്ല, നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള റഷ്യയിൽ നിന്നും നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്ന ഡോക്ടർ പത്മപ്രിയ നായരാണ്. ഡോക്ടർ എന്നൊരു പുതിയതല്ല, നേരത്തെ ഉള്ളത് തന്നെ, ഒരു മെഡിസിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുവാനായാണ് എത്തുന്നത്. മെഡിസിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായി ഇന്ന് നമുക്ക് ഡോക്ടർ പത്മപ്രിയയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പത്മപ്രിയ ഡോക്ടർ നേരത്തെ തന്നെ റെഡിയായി നമ്മുടെ സൂമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. ഡോക്ടറെ ക്ലാസ് കൊടുക്കും. നമസ്കാരം. am I audible? Am I visible before I start? Audible ആണ്, visible ആണ്. Okay. Thank you very much. എല്ലാവർക്കും നമസ്കാരം. And IFPH once again a very big thanks because you gave me another opportunity to share my experience. So let me start. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു uncommon but an old remedy. This is a very old remedy, but I have seen that it's a little less used. Either screen visible or no? Yes. Okay, fine. So I'm going to talk about bambusa. Appo bambusa nammal ellavarum use cheyna oru remedy aanu, but I believe this is another new polycrest of our modern era. പോളിക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബെലഡോണ, ബ്രയോണി, ആർണിക്കൊക്കെ പല പ്രാവശ്യം പല രീതിയിലും പല പേർക്കും യൂസ് ചെയ്യുന്ന ഒരു റെമഡിയാണ്. അതുപോലെ ബാംബൂസ ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ആസ് എ പോളിക്രസ്റ്റ് റെമഡി, ആൻഡ് ദാറ്റ് ഈസ് very, very important, especially for this generation, for this new era. So ഇന്ന് ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാംബൂസ എക്സ്പ്ലെയിൻ ചെയ്യാൻ്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ, I personally believe that we all should have bambusa in all potencies, and we should have in-depth knowledge about bambusa. Bambusa നമ്മളെല്ലാവരും ഒരു തെറപ്പറ്റിക് ലെവലിൽ, ഒരു ഫിസിക്കൽ ലെവലിൽ യൂസ് ചെയ്യാറുണ്ട്, ബട്ട് ലിറ്റിൽ മോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് റെമഡി വിൽ ഹെൽപ്പ് മോർ പേഷ്യൻസ് കമ്മിങ് ടു us with this remedy itself. So before I start, Guru Vandanam to all my teachers. പല ഗുരുക്കളും ടീച്ചേഴ്സും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കിട്ടിയ ഒരു നോളേജാണ് ഞാൻ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ സാധാരണ ഷെയർ ചെയ്യാറുള്ളത്. സോ ഓൾ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊസ്റ്റേഷൻ ഫോർ ഓൾ മൈ ഗുരൂസ്. ഈ റെമഡി പ്രത്യേകിച്ച് ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും അത് പഠിപ്പിച്ച് തന്ന തിയോറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ മാത്രമല്ല, പേഴ്സണൽ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അധികം യൂസ് ചെയ്തിരിക്കുന്ന ഒരു റെമഡി ബാംബൂസയാണ്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ ഫാദർ. എൻ്റെ അച്ഛൻ പല പ്രാവശ്യം ഇവിടെ ഞാൻ UK വന്ന ശേഷം അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഫോൺ വെക്കാൻ നേരത്തെ അച്ഛൻ എടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പല പ്രാവശ്യം, മോസ്റ്റ്ലി I should say once in a month or twice in a month, especially during the initial years when I came to this country, അച്ഛൻ എന്നെ അമ്മു എന്നാ വിളിക്കുക. അപ്പോൾ ഫോൺ വെക്കാൻ നേരത്തെ അച്ഛന് ഗുഡ് നൈറ്റ് അമ്മു എന്ന് പറയും. പിന്നെ പറയും, അമ്മു ഇന്ന് ബാംബൂസയുടെ ഒരു ഡോസ് കഴിച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ. അതുപോലെ പിറ്റേ ദിവസം രാവിലെ ഓർമ്മയോട് ചോദിക്കും, നീ ഇന്നലെ ബാംബൂസ എടുത്തോ? സോ ഐ ഹാവ് പേഴ്സണലി യൂസ് ദിസ് റെമഡി, ആൻഡ് ഞാനത് അത്രയും യൂസ് ചെയ്ത ശേഷമാണ് എനിക്ക് അതിൻ്റെ ഒന്നും കൂടെ wide applications I have learned much more in a much better way than seeing how patients have benefited from this. So I am starting. എന്തെങ്കിലും വീഡിയോ ഓഡിയോ പ്രശ്നം ഉണ്ടെങ്കിൽ please interrupt me, otherwise I'm going with the flow. Okay. അപ്പൊ ഞാൻ പറഞ്ഞത് ബാംബൂസ ഇസ് എ പോളിക്രസ്റ്റ് ഫോർ ദിസ് മോഡേൺ എറ, ആൻഡ് സ്റ്റുഡൻസ് ആർ ദ മോസ്റ്റ് എസെൻഷ്യൽ കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഹൂ
വേർ ബെനിഫിറ്റഡ് ഇൻ ദ പാസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് അച്ഛൻ്റെ കൂടെയാണ്. അപ്പൊ അച്ഛനും കുറേയൊക്കെ സ്റ്റുഡൻസിന് ഈ മരുന്ന് കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും കുറേയൊക്കെ സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആയിരിക്കും ഈ ഒരു റെമഡി. സിമിലർലി ഇന്നത്തെ കാലത്ത് IT പ്രൊഫഷണൽസ്, ഐ ഹാവ് പേഴ്സണലി ഗിവൻ ദിസ് മെഡിസിൻസ് ഫോർ ലോട്ട്സ് ഓഫ് മെൻ വർക്കിംഗ് ഇൻ IT ഡിപ്പാർട്ട്മെന്റ്. IT ഡിപ്പാർട്ട്മെന്റിൽ പ്രൊജക്ട് മാനേജർ, ഡെലിവറി മാനേജർ, ഒരു നല്ല ഒരു ഹെഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് പല പത്തോളജിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ബാംബൂസ ഹാസ് ആക്ച്വലി ഹെൽപ്പ് ദം അ ലോട്ട്. പണ്ടത്തെ കാലത്ത്, പണ്ടെന്ന് ഞാൻ പറയുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെ പഠിക്കുന്ന കാലത്ത് അന്ന് നമ്മളുടെ അവിടെ ഒന്നും അത്ര IT ഇല്ല. പക്ഷെ അച്ഛൻ അധികം ഒരു കുടുംബനാഥൻ എന്ന് പറയില്ലേ, മൂത്ത ചേട്ടനോ അമ്മാമനോ വലിയച്ഛനോ ഒരു കുടുംബത്തിന്റെ പല കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മെയിൻ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്ന ആണുങ്ങൾക്ക് കൊടുക്കുന്നതാ കണ്ടിരിക്കുന്നത്. ബട്ട് ദീസ് ഡേയ്സ് ഐ പേഴ്സണലി ഇൻ മൈ പ്രാക്ടീസ് ആൻഡ് ഇപ്പോൾ ഒരു 10-15 വർഷങ്ങളായിട്ടും അച്ഛൻ പറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഫാമിലീസ്, ജോയിന്റ് ഫാമിലീസ്, കുടുംബനാഥൻ എന്ന് പറയുന്ന ഒരു മെയിൽ കാറ്റഗറി നമുക്ക് നമ്മളുടെ സൊസൈറ്റിയിൽ അത്രയ്ക്ക് ചിലപ്പോൾ കാണാൻ കിട്ടില്ലായിരിക്കും. സ്പെഷ്യലി ഇഫ് യു ആർ ഇൻ എ മോഡേൺ സിറ്റി ഓർ ഇൻ എ വെരി ഹൈലി സിവിലൈസ്ഡ് ടൗണിലൊക്കെ ജീവിക്കുന്ന ഒരു ഹോമിയോപാത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ആണുങ്ങളെ കാണാൻ കിട്ടില്ല. ബട്ട് വി ഗെറ്റ് ടു സി മോർ ഓഫ് IT പ്രൊഫഷണൽസ്. ഓക്കെ, അത് എന്താന്ന് ഇവൻച്വലി ഐ വിൽ എക്സ്പ്ലെയിൻ. അതുപോലെ ഓഫീസ് വർക്കിംഗ് വുമൻ. സോ ഓഫീസ് വർക്കിംഗ് വുമൻ ഇന്നത്തെ കാലത്ത് സിൻസ് പാസ്റ്റ് 10-15 years almost every woman in every household is working outside and inside. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് അച്ഛൻ അധികം കൊടുത്തിരിക്കും. ഞാൻ മുംബൈയിൽ അച്ഛനോട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ അധികം ഗുജറാത്തി ഫാമിലീസ്, രാജസ്ഥാനി ഫാമിലീസ്, UP, ബീഹാർ എന്നുള്ള ഫാമിലീസ് ഒക്കെ. അപ്പൊ അവിടെ ഫാമിലീസ് എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലീസ് ആണ്. അമ്മായിമ്മയും കൂടെ താമസിച്ചിട്ട് ഒന്നിച്ചിട്ട് ജീവിക്കുന്ന പല കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഈ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ബട്ട് അഗെയിൻ ഇൻ ടുഡേസ് വേൾഡ് വി ഡു നോട്ട് ഗെറ്റ് ടു സീ സച്ച് ജോയിന്റ് ഫാമിലീസ് because of the civilization. We all are modern families now, and മോഡേൺ ഫാമിലീസുള്ള സ്ത്രീകൾ പണ്ട് ഒരു ജോയിന്റ് ഫാമിലിയിൽ കൂട്ടുകുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോട് ചെയ്യുന്നതിന്റെ കൂട്ട് ഔട്ട്സൈഡ്, സ്പെഷ്യലി വില്ലേജിലൊക്കെ താമസിക്കുമ്പോൾ കൃഷിപ്പണി, പശുവിനെ നോക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാറില്ല ഇന്നത്തെ പെണ്ണുങ്ങൾ. പക്ഷെ ഇന്നത്തെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഹാസ് ഗോട്ട് ലോട്ട്സ് ഓഫ് വർക്ക് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്കൂളായിരിക്കാം, ഓഫീസ് ആയിരിക്കാം. സോ ദാറ്റ് ഈസ് വൺ ഡിഫറൻസ് ദാറ്റ് ഐ ഹാവ് സീൻ. So nowadays here especially I recommend this remedy for most of the working class ladies. അതുപോലെ ഓൾഡ് ഏജ് പാരൻസ്. അച്ഛൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഞാൻ അച്ഛൻ ഒരിക്കലും ഓൾഡ് ഏജ് പാരൻസിന് ഇത് കൊടുക്കുന്ന കണ്ടിട്ടില്ല. ബട്ട് ഓഫ് ലേറ്റ് അറൌണ്ട് 10-15 years പ്രായമുള്ള പേഷ്യൻസിന് അച്ഛൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ര കൊടുത്തിട്ടില്ല, പക്ഷെ അച്ഛൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്താണെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സോ ഓൾഡ് ഏജ് അച്ഛനും അമ്മയും തന്നെയാണ്, മക്കളെ അടുത്തില്ല, ആ രീതിയിൽ തന്നെ ജീവിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാരൻസ്. ഓക്കെ, എല്ലാം ശരിയായി, നമ്മളിപ്പോൾ അച്ഛനും അമ്മനെ അവിടെ കൊണ്ടുപോയി വിടാം, അങ്ങനെ പ്രിപ്പറേഷൻ ഫേസിൽ എത്തിയ ഒരു ഓൾഡ് ഏജ് പാരൻസ്, അല്ലെങ്കിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന പാരൻസ്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ഐ ഹാവ് ജസ്റ്റ് പുട്ട് ദിസ് ബുള്ളറ്റ് പോയിന്റ്സ്. ഇത് എൻ്റെ ഒരു ക്ലിനിക്കൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. That does not mean that Bambusa cannot be used anywhere else. As we all know, as it is written in all the books, we have wide application for the use of Bambusa. This is my personal experience. അപ്പം നമ്മൾ ബുക്സിലൊക്കെ പഠിച്ചു വന്നിരിക്കുന്ന ക്ലിനിക്കൽ ഇൻഡിക്കേഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മിക്കവാറും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് സ്പോണ്ടിലൈറ്റിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, ബാക്ക് ഏക്ക്, ഹെഡ് ഏക്ക്, ന്യൂറാൾജിക് പെയിൻ, ടെൻഡനൈറ്റിസ്, സ്റ്റിഫ്നെസ്, റുമാറ്റിസം, ഇതിനൊക്കെയാണ് നമ്മൾ യൂഷ്വലി ബാംബൂസ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതും വി ഗെറ്റ് സക്സസ്ഫുൾ റിസൾട്ട്സ്. But to understand this in a little more wider range, I will just explain the doctrine of signature. So usually Bambusade pratyekada endanu vecha, it grows very fast. I am only explaining those things which is relevant to the explanation, homeopathic explanation today. Appo Bambusa grows very fast. അത് മാത്രമല്ല കോളനീസിൽ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് വി സീ ദാറ്റ് ഇൻ ദ പ്ലാന്റ്സ് ഓർ ആൻഡ് ദെൻ വൈൽ പ്രൂവിങ് വി സീ സിമിലർ തിങ്സ് ഇൻസൈഡ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഗ്രോസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും വളർന്നുകൊണ്ടിരിക്കും, പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കും. സോ വെൻ ഐ എം സേയിങ് IT പ്രൊഫഷണൽസ്, നമ്മൾ IT-ലും ഒരു പ്രൊജക്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കയറുന്ന ഒരാൾ പെട്ടെന്ന് അധ്വാനിച്ചിട്ട് whatever സർട്ടിഫിക്കേഷൻസ് ചെയ്തെടുക്കും, ഓവർ ടൈം ജോലി ചെയ്യും, ഇതെല്ലാം ചെയ്ത് പെട്ടെന്ന് വിചാരിക്കാത്ത സ്പീഡിലാണ് അവർ ഒരു പ്രൊജക്ട് മാനേജറും ഡെലിവറി മാനേജറും MDയും ആ ഒരു ഫേസ് ദേ അണ്ടർഗോ ദാറ്റ് ഫേസ് വെരി ക്വിക്ലി, ദ ഗ്രോയിങ് ഫേസ്.
So that is significant in our society these days. And pandata kalatha, if you are joining a company, let's say a bank and all, the progress is comparatively slower if you compare it with the present era. Present era, anyone who is hardworking, anyone who wants to grow in their life can grow at a faster pace because of the best resources we have all around us. അതിപ്പോ സ്റ്റുഡന്റ് ആയാലും ശരി, ഓൺലൈനിൽ പഠിക്കാനുള്ള റിസോഴ്സസും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു ലേഡി ഫോർ എക്സാമ്പിൾ ഇഫ് ഷീ വാണ്ട്സ് ടു വർക്ക് ഇൻ ദ ഓഫീസ്, ഷീ ക്യാൻ ഹാവ് സപ്പോർട്ട് സിസ്റ്റം ഇൻ ദ ഹൗസ്. സർവൻസിനെ വെക്കാം, ഡ്രൈവറിനെ വെക്കാം, ചെയ്യുന്ന ആവശ്യമുള്ള രീതിയിൽ അവർക്ക് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ കാലത്തുണ്ട്. സോ ബാംബൂസ ഗ്രോസ് ഫാസ്റ്റ് ആൻഡ് ഇൻ കോളനീസ് എന്ന് പറഞ്ഞാൽ ബാംബൂസ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പേഷ്യൻസിന് ഒറ്റയ്ക്ക് അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഒന്നും കൂടെ എല്ലാവരും ഒരു കോളനി. സോ ദാറ്റ് ഈസ് വൈ ഐ യൂസ് ദ വേർഡ് ജോയിന്റ് ഫാമിലീസ് അല്ലെങ്കിൽ കുടുംബനാഥൻ. അപ്പൊ കോളനീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിട്ട്, എല്ലാവരും ഒത്തൊരുമയോട് ജീവിക്കണം. ഞാനും വളരണം, നീയും വളരണം. അപ്പോൾ ഇളയച്ചൻ വലിയച്ചന്മാരൊക്കെ എൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ജോലി ശരിയാക്കാം, അനിയത്തിയുടെ മകൾക്ക് കല്യാണ ആലോചനയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം, കല്യാണത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഒരു കുടുംബം നന്നാവാൻ വേണ്ടിയിട്ടും ഒരു ഫാമിലിയുടെ എല്ലാ മെമ്പേഴ്സും നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യും ഈ പേഴ്സണാലിറ്റീസ്. So they will take efforts, they will work hard for the growth and the development of themselves and for every member of their own colony, every member of their family. അതാണ് നമ്മൾ ബാംബു ഓൾസോ, ഇഫ് യു സീ ബാംബുവിനെ തന്നെ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു വേസിൽ തന്നെ വളർത്താൻ നോക്കിയാൽ the growth is very slow. And they will eventually come down with some of the other diseases. But if you have at least, ഇപ്പൊ നമ്മൾ ലക്കി ബാംബു എന്നൊക്കെ പറയുന്ന നമ്പർ ഓഫ് 5, 7, 10 അവർ അത് കെട്ടിയിട്ടാണ് വിൽക്കാൻ വെക്കുന്നത്. So you should not allow bamboo to grow individually. So this is reflected in the personalities also who needs bambusa. Bambusa is really strong and flexible. അപ്പൊ ഈ പേഴ്സണാലിറ്റീസും അതുപോലെയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്കിംഗ് എബിലിറ്റീസ് ആർ വെരി സ്ട്രോങ്. ഏത് രീതിയിലുള്ള സ്ട്രെസ്സും, ബോസ് വന്നിട്ട് ഓവർ ടൈം ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് അവർക്ക്. അത് ലേഡീസ് ആണോ ജെൻസ് ആണോ ഹൂവർ. സ്റ്റുഡൻസ് ദിസ് ഡേയ്സ് ആർ മച്ച് മോർ കോമ്പറ്റേറ്റീവ് ദാൻ ദ ഓൾഡൻ ഡേയ്സ്. പണ്ടൊക്കെ ബേസിക് മെട്രിക് പാസ്സാവുക, പിന്നെ ബേസിക് ഒരു ഗ്രാജുവേഷൻ ചെയ്യുക, ബേസിക് ആയിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുക. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ദർ ഈസ് നത്തിങ് നോൺ ആസ് ബേസിക്. എവറി സ്റ്റുഡൻറ് ഇൻ എവറി ഫാമിലി വാണ്ട്സ് ടു ഗ്രോ ബിയോണ്ട് ദെയർ ഓൺ എബിലിറ്റീസ്. അവർക്ക് അറിയാം എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, എന്നാലും അവരുടെ ഉദ്ദേശം, അംബിഷൻ ഈസ് മച്ച് ഹയർ. സോ ആൻഡ് ദേ ആർ എബിൾ ടു ടേക്ക് അപ്പ് ദാറ്റ് സ്ട്രോങ് ചാലഞ്ച്. അതുപോലെ യൂണിവേഴ്സിറ്റീസോ ഹയർ എഡ്യൂക്കേഷന് വെളിയിൽ പോകാനുള്ള സ്കോപ്പ് ഒക്കെ ഇന്ന് ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. സോ ദേ ഓൾ ആർ വർക്കിംഗ് വെരി ഹാർഡ് ആൻഡ് ദേ ആർ എബിൾ ടു സസ്റ്റെയിൻ ഓൾ ദ സ്ട്രെസ്. എന്തൊക്കെ വേണോ, എക്സ്ട്രാ 4 മണിക്കൂറിന്റെ ട്യൂഷൻസിന് പോകണം, രാത്രി വന്ന് ഹോംവർക്ക് ചെയ്യണം. അതുപോലെ സ്ത്രീകൾ നമ്മൾ കാണുന്നുണ്ട്, ട്രെയിൻ ട്രാവൽ ചെയ്ത് ജോലിക്ക് പോയി തിരിച്ചു വന്ന് അടുക്കള പണി ചെയ്ത് കുട്ടികളെ ഉറക്കി വീട്ടിലുള്ള അമ്മമാരൊക്കെ വേണ്ട ആഹാരവും മരുന്നും ഒക്കെ കൊടുത്ത് അവരെ ഡോക്ടറിനെ കൊണ്ടുപോയി. സോ ദേ ആർ ബിക്കം വെരി ഫ്ലെക്സിബിൾ. സോ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഈസ് സീൻ ഇൻ ബാംബു. അതുപോലെ ഫയർ പ്രൂഫ് ആണ്. ഫയർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിരോഷിമ നാഗാസാക്കിയിൽ ബോംബ് വീണപ്പോ എല്ലാം പോയി, ബട്ട് ബാംബു വാസ് ദെയർ. സിമിലർലി ബാംബു ക്യാൻ ഗ്രോ വിത്തൗട്ട് പെസ്റ്റിസൈഡ്, വിത്തൗട്ട് ഇൻസെക്ടിസൈഡ്. ഒരു ഹെൽത്തി ആയിട്ട് അബ്സല്യൂട്ട്ലി ഹെൽത്തി ഗ്രോത്ത് ആയിരിക്കും ബാംബുവിന്റെ, വിത്തൗട്ട് എനി സപ്ലിമെന്റ്സ്, ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഒന്നും യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. സോ ദിസ് ബേസിക് ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ ഈസ് എസെൻഷ്യൽ ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് the homeopathic perspective of our patients. And another very important thing about bamboo is bamboo helps to hold the soil together. The root is clumped together. തന്നെ ഒറ്റപ്പെടുത്തിയിട്ടല്ല. എൻ്റെ റൂട്ടും വളരും, എൻ്റെ റൂട്ടും വളരും. അതാ ഞാൻ പറഞ്ഞു, ഇവരുടെ പേഴ്സണാലിറ്റീസ് അതുപോലെയാണ്. സ്വന്തം മക്കളെ പോലെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഞാൻ വളരുന്ന പോലെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ അടുത്ത വീട്ടുകാരിക്ക് വേണ്ട ഹെൽപ്പോ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. സോ ദാറ്റ് കൈൻഡ് ഓഫ് ക്വാളിറ്റി ഈസ് വിസിബിൾ. ദ റൂട്ട് ഈസ് ഹോൾഡിംഗ് ദ സോയിൽ ടുഗെദർ സോ ദാറ്റ് ഇറ്റ് പ്രിവെന്റ്സ് ദ ഇറോഷൻ ഓഫ് ദ സോയിൽ. Similarly, Bambusa personalities also will go to a great extent to support and to help whoever is there with them. Other family or no friends or no neighbors or no other, our quality is reflected. So healthy personalities. So when I mean healthy personalities, നമ്മളുടെ അടുത്ത് മിക്കവാറും പേഷ്യൻസ് വരുന്ന ഒരു മോർബിഡിറ്റിയും കൊണ്ടാണ് വരാറുള്ളത്. നമ്മളുടെ പേഷ്യൻസ് വരുന്നത് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സിക്നസ് ആണ്. സോ സിക്നസ് ഇസ് നത്തിങ് ബട്ട് എ മോർബിഡ് സ്റ്റേറ്റ്. മോർബിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി സ്റ്റേറ്റ്. സോ ഇറ്റ്സ് വെരി എസെൻഷ്യൽ ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹെൽത്തി. കാരണം നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് റെമഡീസിന്റെ ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സീപ്പിയ വിൽ ഓൾസോ പ്രസന്റ് ലൈക്ക് ബാംബൂസ, പൾസറ്റ്ല വിൽ ഓൾസോ പ്രസന്റ് ലൈക്ക് ബാംബൂസ.
But if you want to really understand what exactly sepia and pulsatilla is, how they differ, it's very important to see their journey. Journey എന്ന് പറഞ്ഞാൽ അവർ healthy state എങ്ങനെയായിരുന്നു? Is everything okay? I can hear some disturbance. Okay, no problem. ഓക്കെ, അപ്പോൾ അവർ ഹെൽത്തി സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിട്ട് അവരെങ്ങനെ മോർബിഡിറ്റിയോളോ ട്രാവൽ, ദാറ്റ് ജേർണി ഫ്രം ഹെൽത്തി സ്റ്റേറ്റ് to ailments, from what causes diseases and what happens when they become ill, what happens in the state of sickness. ഈ ഒരു ജേർണി മനസ്സിലാക്കിയാൽ നമുക്ക് ഇതുപോലെ ക്ലോസ് ബൈ റെമഡീസ് ഡിഫറൻഷിയേറ്റ് ഡയഗ്നോസിസ് ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമാവും. So what happens with healthy personalities of bamboo says they're very cheerful, fastidious, and wants to perform everything in a very perfect way. Responsibility taking too seriously, disturbed aversion to be, and they want to perform everything I've repeated. So അവരുടെ പേഴ്സണാലിറ്റി അത് എന്തൊരു ജോലി ചെയ്യിച്ചാലും ഭയങ്കര ഉത്തരവാദിത്തോടും മാത്രമല്ല പെർഫെക്റ്റ്ലി സ്റ്റുഡൻറ്, IT professionals, or a housewife, or a teacher, whichever field you take, that particular personality will put more than 100% efforts. അതും മോർ ദാൻ 100% എഫേർട്സ് കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒന്നുമല്ല, ഭയങ്കര ചിയർഫുൾ, വൈവേഷ്യസ് ആൻഡ് വെരി ലൈവ്ലി പേഴ്സണാലിറ്റീസ്. അത് മാത്രമല്ല അവർ ഈ കോളനിയിൽ വളരുന്ന ഒരു രീതി കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്യും, കൂടെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന കലീഗ്സിനെയും അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെയും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് they will promote them, they will help them in such a way that you also work hard, and that is a cheerful atmosphere. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ, ജോയിന്റ് ഫാമിലി ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ, the house is very cheerful because this particular lady is taking care of everybody. അമ്മയുടെ കാര്യം, അമ്മൂമ്മയുടെ കാര്യമോ ഹസ്ബൻഡിന്റെ കാര്യമോ, ഹസ്ബൻഡ് വീട്ടിൽ വല്ല കല്യാണോ തിരക്കുണ്ടെങ്കിൽ ഈ സ്ത്രീ പോയിട്ട് ഹെൽപ്പ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കുടുംബത്തിൽ ആരെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കുക. അതൊക്കെ ഭയങ്കര ഒരു എനർജിയോട് ചെയ്തു വരുന്ന ഒരു പേഴ്സണാലിറ്റീസ് ആണ് ഇവര്. അത് മാത്രമല്ല അവര് ആ ഒരു ടാസ്ക് ഏറ്റെടുത്താൽ ദേ ആർ വെരി വെരി റെസ്പോൺസിബിൾ. ദാറ്റ് ഈസ് വൈ ദി ഗ്രോ ഫാസ്റ്റ്. ഞാൻ പറഞ്ഞില്ല IT പ്രൊഫഷണൽസിലൊക്കെ ഇന്നത്തെ കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും they are growing very fast. ഇതുപോലെ ഇപ്പൊ for example here in UK we see lots of people coming to our country, India എന്ന്. അപ്പൊ ഇതിന്റെ പിന്നാലെ, of course I'm not talking about the politics or the economics. The basic reason is that one particular person who's coming to UK for a IT firm, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്ത് അവർ അത്രയും നന്നായി ജോലി ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് വിട്ടത്. So what does that mean? It only means that that particular person is so passionate about the work, he takes that responsibility so seriously, he does that job in such a perfect way. അവരുടെ authorities, higher authorities always see, oh, this man is delivering the project very perfectly. So on-site project work ഉണ്ടെങ്കിൽ ഇയാളെ തന്നെ വിടണം. So that is how they are growing. അതുപോലെ അവർ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ല. ഇതേ ഈ സ്റ്റേറ്റ് ഒരു ഡിസീസ് സ്റ്റേറ്റിലും കാണാം. അവർക്ക് അസുഖം വന്നാലും അവർക്ക് ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ല. Why they don't want to be disturbed? Like Nag Swamika, whatever they want to do in a very perfect way. So this is the core personality, okay? And the second and the most important thing is yielding disposition. പറഞ്ഞ അനുസരിക്കണേ. ഇപ്പൊ ബോസ് പറയണ എക്സ്ട്രാ നിനക്ക് ഇന്ന് ഈവനിങ് നേരത്തെ വീട്ടിൽ പോകാൻ പറ്റില്ല, ഇന്ന് ഈ ജോലി ചെയ്തിട്ടേ പോകാൻ, ഓക്കെ ബോസ്, ഐ വിൽ ഡു ദാറ്റ്. അമ്മ പ്ലീസ് എൻ്റെ ഈ പ്രൊജക്ട് ഒന്ന് ചെയ്തു തരും. അയ്യോ മോളെ പാത്രങ്ങൾ തേക്കാനുണ്ട്, അല്ല അമ്മ ചെയ്തു തരും. ഓക്കെ മോളെ ഞാൻ ചെയ്തു തരാം. സോ ദേ ആർ ഫ്ലെക്സിബിൾ. ബാംബുവിന്റെ ഒരു ഫ്ലെക്സിബിൾ പേഴ്സണാലിറ്റി ഇവരുടെ സ്വഭാവത്തിലും കാണാം നമുക്ക്. സോ ദാറ്റ് ഈസ് എ yielding disposition. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നമുക്ക് കാണാം മെനി പ്രൊഡക്ട്സ് ആർ മെയ്ഡ് വിത്ത് ബാംബു. So why many products are made with? Because our manufacturing process also they are flexible. That flexibility കാരണം അവരെ ഏത് രീതിയിലും, if you want a bowl, if you want a stick, if you want a drawer, you can shape them in any personalities, any shape. So that is why we see there are many products that is made out of bamboo. അതുപോലെ ബാംബു ഗീവ്സ് സ്ട്രോങ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പൊ ബോസ് പറയും, അയ്യോ നീ ലീവ് എടുത്തിട്ട് എവിടെയും പോകരുത്, ഞാൻ ഓഫ് സീക്കാണ്, ഇന്നത്തെ മീറ്റിംഗ് നീ തന്നെ അറ്റൻഡ് ചെയ്തിരിക്കണം. വൈ? ബിക്കോസ് ദാറ്റ് പ്രൊജക്ട് മാനേജർ ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ഫേം. അയാൾ ലീവ് എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു താളം തെറ്റും. അതുപോലെ കുടുംബത്തിലും അമ്മായിമ്മയൊക്കെ പറയും, അയ്യോ മരുമോളുടെ അടുത്ത് പറയണം, അയ്യോ നീ ഇപ്പൊ പോകരുത്, ഇപ്പൊ നീ ലീവും പറഞ്ഞിട്ട് നിന്റെ അമ്മയുടെ വീട്ടിൽ ഇപ്പൊ പോകാൻ പറ്റില്ല, വീട്ടിൽ കല്യാണം കാര്യങ്ങളൊക്കെയാണ്, കല്യാണം കഴിഞ്ഞിട്ട് വേണിച്ചാൽ നീ പോക്കോ. വൈ? നോട്ട് ബിക്കോസ് ഷീ വാണ്ട്സ് ടു മേക്ക് ദാറ്റ് ബഹു വർക്ക്. ആ മരുമോള് വീട്ടിലുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടാണ്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ട് കുടുംബത്തിനുള്ള എല്ലാ മെമ്പേഴ്സിനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് ബാംബു പേഴ്സണാലിറ്റിക്ക്. അപ്പൊ അത് മാത്രമല്ല, it is not the support, the strength internally, it is a support that they extend for others. ഇപ്പൊ വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ ലാഡർ എന്ന് പറയുന്നത്
അത് പിടിച്ചിട്ട് നമ്മള് വയസ്സായ പ്രായമുള്ളവർ പിടിച്ചു നടക്കും. ലാഡർ പിടിച്ച് കയറി എത്തിപ്പിടിച്ചാലേ നമുക്ക് എത്തുന്നിടത്ത് എത്താൻ പറ്റുള്ളൂ. സോ they extend that kind of support to the people around them. That is the basic personality. So now we have to understand what causes morbidity. അപ്പോൾ ഇവർക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് ചിരിച്ചോണ്ടും നല്ല ആത്മാർത്ഥത്തോടെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുത്തോണ്ടും നല്ല രീതിയിൽ അവർ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും, ഓഫീസിലുള്ള എല്ലാവരും ഒക്കെ അങ്ങനെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് what happens, what causes the morbidity? This is very important. The most important thing is honor wounded and anger suppressed and mental tension. Upper stress. That is why again said this is a modern era remedy. Why? Because Bambusa is, I think, the only remedy which has got tensions of all kinds: mental stress, emotional stress, financial stress, professional stress, personal stress, എല്ലാ രീതിയിലുള്ള ടെൻഷൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ you will see that body is healthy. Investigations ഒക്കെ ചെയ്തു, എല്ലാം നോർമൽ ആണ് ഡോക്ടർ, എന്നാലും അസുഖമുണ്ട്. So such people where the entire physical entity is very normal, the only causative factor is stress. So mind, tension, mental involves everything, and that is the causative factor. So ഒരു സ്ട്രെസ് കാരണം ബാംബു വിൽ ബെൻഡ്. അതുപോലെ ഹോണർ വൂണ്ടഡ് പറഞ്ഞാൽ ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ട് ഓഫീസിലെ അപ്രൈസൽ സമയത്ത് എൻ്റെ ബോസ്, എൻ്റെ മാനേജർ എൻ്റെ അപ്രൈസൽ ചെയ്തു തന്നില്ല, എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ല, എനിക്ക് അപ്രീസിയേഷൻ തന്നില്ല അവര്. സോ ദാറ്റ് ഹേർട്സ് ദം. ആ ഒരു വിഷമം കാരണം ദേ കം ഡൗൺ വിത്ത് എയിൽമെന്റ്സ്. അതുപോലെ പഠിച്ച് ഇത്രയും പഠിച്ചിട്ട് ഇത്രയും എഫേർട്സ് ഇട്ടിട്ട് എൻ്റെ എൻട്രൻസ് എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല അച്ഛൻ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, ഇവനെ കൊണ്ടൊന്നും ആ എക്സാംസ് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. സോ ഹീസ് ഓണർ ഈസ് wounded. He sees that he is putting more than required efforts, but he is not appreciated for that. ഇത്രയോ വീടുകളില് സ്ത്രീകൾ ഇത് നമ്മൾ കാണുന്നത്, ദിസ് ഇസ് വെരി റൂട്ടീൻ ഓൾസോ. പല സ്ത്രീകളും അമ്മമാരും പറഞ്ഞു നടക്കണം, എന്നെ കൊണ്ടാണ് അത്രയും ഞാൻ എല്ലാം ചെയ്യേണ്ടത്, എന്നാലും എൻ്റെ കുടുംബത്തിൽ ആർക്കും എന്നെ വിലയില്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നല്ലോ എൻ്റെ അടുത്ത്. So what is that? That is like I'm putting more than 100% efforts. I'm being good with everyone around, but I am not appreciated for the efforts that I'm taking. So there the honor, the integrity of that person is wounded. ഇതെല്ലാം കൂടി ദേഷ്യത്തിന് സപ്രസ് ചെയ്ത് വെക്കും. ഇത് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാമിക്ക് അങ്ങനെ വയലന്റ് അഗ്രസീവ് ദേഷ്യം കാണിക്കുന്ന ആൾക്കാരല്ല ബാംബൂസ. ഇറ്റ്സ് മോർ ലൈക്ക് സ്റ്റാഫിസൈഗറിയ. പക്ഷെ സ്റ്റാഫിസൈഗറിയ ഹാസ് ഗോട്ട് ലോട്ട്സ് ഓഫ് അംബിഷൻ. ഇവർക്ക് അങ്ങനെ അംബിഷൻ ആയിട്ട് ഒന്നുമില്ല. ഇവര് ഞാനും വളർന്നു, എല്ലാവരും വളർന്നു, അല്ലാണ്ട് പിടിച്ചു കയറി എത്തണം, ഇന്ന സ്ഥലത്ത് എത്തണം, അങ്ങനത്തെ ഒരു കൊതിയൊന്നും ഇല്ലാത്തത്. സോ ദാറ്റ് ഈസ് വൈ വി കനോട്ട് ഈവൻ തിങ്ക് അബൌട്ട് സ്റ്റാഫിസൈഗറിയ ഇൻ ദിസ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റീസ്. So, but when we take a detailed case, we see that there's lot of anger and anger is suppressed. Appo idana main reasons why they come down to morbidity. Aduvare they are very healthy, then they break down. So now this is one very very commonly prescribed for old age. I told you. Appo adinte maatra rubrics na explain cheytara. Appo innathe kaalathe prayullavinte prashnam endannu vecha achane ammeyum makkalkku vendite pala reethilum I mean if I compare, ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്നും ഈ എല്ലാം പ്രാവശ്യം കമ്പാരിസൺ ചെയ്യുന്ന, പണ്ടത്തെ കാലത്ത് കൃഷിയോ അല്ലെങ്കിൽ മിലിറ്ററിയിലൊക്കെ ആയിരുന്നു പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ, അല്ലെങ്കിൽ ബേസിക് ഒരു ജോലിയായിരുന്നു. അപ്പൊ അവർ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊന്നും അത്രയൊന്നും അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ഞങ്ങളെ മക്കളെ ഒന്നും കൂടെ അറിയാലോ സപ്പോർട്ട് തന്നിട്ടുണ്ട്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ടുഡേസ് ഓൾഡ് ജനറേഷൻ ഹാവ് ഗിവൺ മോർ ടു ദെയർ ചിൽഡ്രൻ. അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ മോർ? അവർ ഈ പറയുന്ന എന്തായിരിക്കും, എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വല്ല FDയോ വല്ല ഫൈനാൻഷ്യൽ സപ്പോർട്ടോ, പിള്ളേരുടെ കല്യാണത്തിനോ പിള്ളേരുടെ ഹയർ എഡ്യൂക്കേഷൻ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് വെളി രാജ്യത്ത് പോയി പഠിക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സ് ആണ് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ കാലത്ത് ദ പാരന്റ്സ് ബോത്ത് മദർ ആൻഡ് ഫാദർ, ഇന്നത്തെ കാലത്ത് ഓൾഡ് ഏജ് പീപ്പിൾ ആർ ടേക്കിംഗ് ബോത്ത് ഹസ്ബൻഡ് വൈഫ് വിൽ ടേക്ക് മോർ എഫേർട്സ്. പണ്ടത്തെ കാലത്ത് 90% of the females were housewives, so they could not contribute to a great extent for the growth of the children after, let's say, they got married. But innathe kalathe, even after the child reaches 18 or 25, the mother and the father are extending lots of support. Appo angathe parents inde vashmam endanu, we gave more than 100% to our children. നമ്മളുടെ കുട്ടികൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഇവിടെയൊക്കെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ചില സ്റ്റോറീസിൽ വെളിയിൽ ദൂരെ താമസിക്കുന്നു, ബട്ട് ദേ ആർ നോട്ട് ദെയർ ഫോർ അസ്. ഇന്ന് എനിക്ക് അസുഖം വന്നു, എനിക്ക് നടുവേദനിക്കുന്നു, ഞാൻ കാല് ഫ്രാക്ചർ ആയിട്ട് ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ്, എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല, അവള് ബിസിയാണ് അവളുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ എൻ്റെ മോന് ഇത്രയും സാലറി ഉണ്ടായിട്ട് അവൻ അമേരിക്കയ്ക്ക് പോകാനുള്ള എല്ലാം ചെലവ് ഞാനാ കൊടുത്തത്, പക്ഷെ അവൻ എനിക്ക് മാസം എണ്ണീട്ട് 10,000 or 15,000 അയച്ചു തരണല്ലോ.
So that kind of a pain is there in most of the old parents in today's world. So they come up with this feeling that എൻ്റെ മക്കളെ ഞാൻ ഇത്രയും നന്നാക്കി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ വലിയച്ഛൻ ഇളയച്ചൻ പോലെയുള്ള അമ്മാമ്മമാരൊക്കെ അവന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വർണത്തിന് വിറ്റു, അല്ലെങ്കിൽ പിന്നെ എൻ്റെ FD ബ്രേക്ക് ചെയ്തു എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. So I have taken extra efforts to support him, but today he has not done anything that he should be doing for me. എന്നെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടിരിക്കണേ, എനിക്ക് ഇന്ന് കാശിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്, അവൻ ഇവിടെ ഉണ്ടായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവൻ അത്രയൊക്കെ അവൻ അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോണു, പക്ഷെ അച്ഛനെ എന്നെ എന്നൊക്കെ ഒന്ന് കാണാൻ അവൻ വരുന്നില്ല. സോ ദിസ് പെയിൻ is giving them a deceived feeling. So that is why they are always in the state that I've been deceived by the person or that son to whom I have given. പിന്നെ ഒരു forsaken feeling ആണ്, ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ആരും എനിക്ക് ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു, ഇന്ന് എനിക്ക് ചെയ്യാൻ ആരുമില്ല. സോ ദാറ്റ് ഈസ് വൈ alone being in the world. So that is why they come down with this feeling that I am poor. ഇന്ന് എൻ്റെ ഉള്ളതൊക്കെ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടോ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തു, ഇന്ന് എൻ്റെ ഒന്നുമില്ല. സോ ഐ ആം ഇൻ എ സ്റ്റേറ്റ് ഓഫ് പോവർട്ടി. ഞാൻ ഇന്ന് പൂവറാണ്, ഇന്ന് എൻ്റെ ഒന്നുമില്ല. ഇതെല്ലാം വെച്ചിട്ട് ഈ പ്രായമുള്ളവരുടെ മനസ്സിൽ ഫോർസേക്കൺ ഫീലിംഗ്, ഹെൽപ്ലെസ്നെസ്. വാട്ട് ക്യാൻ ഐ ഡു നൗ? I've given everything for my children or my family, but today I don't have anything. So that gives, there's no confidence in such people. So confidence is not lagging and they are craving for support. ഒന്നും വേണ്ട, പൈസ വേണ്ട, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ എക്സ്ട്രാവേഗൻസ് ആയിട്ട് ഒന്നുമല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം. അച്ഛന് സുഖമാണോ, അച്ഛനെ ഞാൻ കാണാൻ വരാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെയും കൊണ്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോകും. ദാറ്റ് കൈൻഡ് ഓഫ് സപ്പോർട്ട് is what old age people in today's world. Because if you actually see in today's world, old age home ൽ താമസിക്കുന്ന 90% of the old age parents have got rich children who can afford them, but it could be due to any reasons. അവര് അന്യ രാജ്യത്ത് താമസിക്കുന്ന അവർക്ക് പാരന്റ്സിനെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും അവർക്ക് പേഴ്സണലി തലയിടാൻ പറ്റില്ല. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ മെഡിക്കൽ ഫാക്കൽറ്റീസിന്റെ റീസൺസ് കുഡ് ബി എനിത്തിങ്. ബട്ട് the parents are like, today I gave more than 100% to my children, but my children are not there. I don't have a support system. That is why that particular person is suffering. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ചേഞ്ച് ഡിസൈർ, ഇതൊക്കെ ഒന്ന് മതിയായിരുന്നു, ഇതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു പൊതിയിലാണ്. സോ ദാറ്റ് ഈസ് എ ചേഞ്ച് ഡിസൈർ ദാറ്റ് ദിസ് ഓൾഡ് ഏജ് കമ്മ്യൂണിറ്റി ഓഫ് ദിസ് വേൾഡ് ഈസ് ഹാവിംഗ് നൗ. We see this very common in females. ഞാൻ പറഞ്ഞില്ലേ, women is one of the most majority of the Bambusa patients that I've treated are females. അപ്പൊ അവർക്കും ഇത് തന്നെയാണ്, വെളിയിലത്തെ ജോലികൾ ചെയ്യുക, വീട്ടിലത്തെ ജോലികൾ ചെയ്യുക. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോ എവേർഷൻ, ചെയ്ത് മടുത്തു, ഒരു ക്ഷീണനായി. കാരണം ദിസ് ഇസ് വേർ ഐ സെഡ്, ഞാൻ കഴിച്ചിട്ടില്ല, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മോളെ കഴിക്കുന്നു. കാരണം ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അവിടെ ഉള്ളപ്പോൾ കൂട്ടുകുടുംബം, ഹസ്ബൻഡ് ഫാമിലി, എൻ്റെ ഫാമിലി, മക്കളെ നോക്കാൻ ആൾക്കാരുണ്ടാവും, ഞാൻ എൻ്റെ പ്രൊഫഷണൽ രീതിയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഈ രാജ്യത്ത് വന്നപ്പോൾ അച്ഛൻ കുഡ് സീ ദാറ്റ് ഐ എം സഫറിങ് ഇൻ വാട്ട് വേസ്. ഹെൽപ്പിന് ആരുമില്ല, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരാൻ, വീട്ടിലത്തെ ജോലി ചെയ്യാൻ, പ്രൊഫഷണലി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഡ്രൈവിംഗ് ചെയ്യാൻ, അയണിങ് ചെയ്യാൻ, ക്ലീനിങ് ചെയ്യാൻ, കാർ വാഷ് ചെയ്യാൻ, എല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഇൻ ദിസ് കൺട്രി. എവറിബഡി ഈസ് ഡൂയിങ് ദാറ്റ്. ബട്ട് ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് സഡൻലി ഇൻ ദാറ്റ്, ഇന്ത്യയുടെ ഒരു ലാവിഷ്നെസ് വിട്ടിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം ജോലി ചെയ്ത് ടയേർഡ് ആവും. രാത്രി ആവുമ്പോൾ ടയേർഡ്, ആൻഡ് ടയേർഡ്നെസിന്റെ കൂടെ ആരും ഇല്ലല്ലോ, ഒരു സപ്പോർട്ടിന് ആരുമില്ല. ഒരു മോൾക്ക് എനിക്ക് വയ്യായി വന്ന എൻ്റെ മക്കൾക്ക് ഒരു നേരം ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ അമ്മയും ആരും ഇല്ല ഇവിടെ. സോ ക്രേവിംഗ് ഫോർ എ സപ്പോർട്ട് സിസ്റ്റം. There is nobody to care. ഞാൻ കെയറിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും, ഹസ്ബൻഡാണോ മക്കളാണോ, എൻ്റെ കാര്യത്തിന് ഒന്ന് ശ്രദ്ധിക്കാനോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല. So that is where Bambusa plays a role. അത് as I said, working class females who is working in a joint family. ഇന്നത്തെ കാലത്ത് അത്ര ഇല്ല joint family, but എല്ലാവരുടെ കാര്യങ്ങളും ചെയ്ത് വന്ന് തളർന്നിരിക്കുന്ന ഒരവസ്ഥ. So in that state there is a lot of aversion. I had that, honestly speaking. Aversion towards everything, aversion towards husband. എൻ്റെ ഹസ്ബൻഡ് ജോലി കാരണം എനിക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നുവല്ലോ, ആ ഒരു ലോകം വിട്ടിട്ട് ഞാൻ ഇവിടെ വന്നുവല്ലോ. സോ again, in other cases what happens is, ഞാൻ ഇത്രയും അധ്വാനിക്കേണ്ട, അമ്മായിമ്മയുടെ കാര്യം നോക്കണു, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണു, എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കണു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണു, ഇത്രയും ചെയ്തിട്ട് എൻ്റെ അമ്മായിമ്മ എന്നെ പ്രായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡ് is not appreciating me. So what is happening is, the honor is wounded here. You don't have a support system. You are working all by yourself, and all that you want is a support. You crave for a support.
So you go into this state of aversion, whereas there is aversion towards everything. I don't want to care for anybody. Company aversion to and desires for solitude. ഒന്നും ഒറ്റയ്ക്ക് തന്നെ ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരു കൊതി. ലേസിനെസ്, എവേർഷൻ ടു ഹർ യൂഷ്വൽ, പാത്രം തേക്കുക, തുണി കഴുകുക, യൂഷ്വൽ ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളും കൂടി മടുത്തു, ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പൊ പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വന്നാലും ഹസ്ബൻഡ്സ് ആണോ അല്ലെങ്കിൽ മക്കളായാലും പറയും, പണ്ട് അമ്മ എല്ലാം ജോലികളും ചെയ്യായിരുന്നു, ഇപ്പൊ അമ്മയ്ക്ക് നടുവേദനയാണ്. നടുവേദന മാത്രമല്ല, അമ്മ ഒരു കാര്യങ്ങളും പണ്ട് ചെയ്തു വരുന്ന അത്രയും വൃത്തിയോടും പെർട്ടിക്കുലർ ആയിട്ട് ഫെസ്റ്റീരിയസ് ആയിട്ട് പല കാര്യങ്ങളും അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അമ്മ ഒന്നും ചെയ്യാറില്ല. അമ്മ ലേസി ആയിട്ട് ചുമ്മാ TV നോക്കിക്കൊണ്ടിരിക്കും. അമ്മ അച്ഛനെ പ്രായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അമ്മ ഈ പണികളൊക്കെ ചെയ്യുന്നത് നിർത്തി. സോ ദാറ്റ് ഈസ് ലേസിനെസ്, ഹൗസ് വർക്ക്, എവേർഷൻ ടു ഹർ യൂഷ്വൽ. റെസ്പോൺസിബിലിറ്റി, അവേർഷൻ ടു. പണ്ട് ഇതൊക്കെ ഫെസ്റ്റീരിയസ് ആയിട്ട് ചെയ്തു വന്ന കാര്യം, നൗ ദർ ഇസ് നോ ഡിസയർ ടു ഡു ദാറ്റ്. സാഡ്നെസ്, കമ്പനി, അവേർഷൻ ടു, ഡിസയേഴ്സ് ഫോർ സോളിറ്റ്യൂഡ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പണ്ട് കൂട്ടുകുടുംബം, ആൾക്കാർ, ഫ്രണ്ട്സ്, കൂടെയുള്ളവര്, ഒരു കോളനി ആയിരുന്നു. ബാംബു എന്ന് പറഞ്ഞാൽ ഒരു കോളനിയാണ്. അപ്പൊ അവരുടെ മോർബിഡ് സ്റ്റേറ്റിൽ ദേ ബിക്കം sad to such a great extent that they want to stay in solitude. ആരും വേണ്ട, എനിക്ക് തന്നെ ഏകാന്തത്തിൽ ഇരുന്നാൽ മതി. So these things the patient's relatives will very clearly tell you that my mother was not like this, my wife was not like this, but now she is behaving like this. So this is very characteristic. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ IT പ്രൊഫഷണൽസോ സ്റ്റുഡൻസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവൻ നല്ലപോലെ പഠിച്ചതായിരുന്നു ഡോക്ടറെ, പക്ഷെ അവന്റെ എൻട്രൻസ് ഫെയിൽ ആയത്. അത് അപ്പൊ തൊട്ട് നമ്മളെല്ലാവരും പറയുന്നു, ട്രൈ അഗെയിൻ, സ്റ്റഡി അഗെയിൻ, വി ക്യാൻ ഗീവ് മോർ മണി ടു യുവർ കോച്ചിങ് ക്ലാസ്സസ്, ഗോ അഹെഡ് ആൻഡ് സ്റ്റഡി. പക്ഷെ അവൻ പണ്ട് ഇത്രയും നന്നായി അധ്വാനിച്ച ഒരു ചെറുക്കനായിരുന്നത്, ഇപ്പൊ അവൻ ഏത് നേരവും ലേസി ആയിട്ട് അവിടെ ഇവിടെ വട്ടത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, TV നോക്കിക്കൊണ്ടിരിക്കുന്നു. സം സ്റ്റുഡൻസ്, ഐ മീൻ സം പാരന്റ്സ് ജസ്റ്റ് കം അപ്പ് വിത്ത് ദിസ് പ്രോബ്ലം. സ്പെഷ്യലി ഒരു 18, 19, 20, 25 ഒരു കോമ്പറ്റേറ്റീവ് ഏജ് ഗ്രൂപ്പിലത്തെ പേഷ്യൻസിന്റെ പാരന്റ്സ് മിക്കവാറും കിട്ടുന്ന ഒരു സിംറ്റം ആണ് പോസ്റ്റ്പോണിങ് എവറിഥിങ് ടു നെക്സ്റ്റ് ഡേ. ലേസിനെസ്, ട്രെമൻഡസ് amount of laziness. And if you look back into the healthy state, this particular patient was very active, very energetic, was doing everything. പിന്നെ മാത്രമല്ല, കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം പറയില്ലേ, ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ശരി, അച്ഛനും അമ്മയൊക്കെ എടുത്ത് പറയും, അയ്യോ എന്റെ മോൻ ഇപ്പൊ ഏത് നേരം വെറുതെ ഇങ്ങനെ ലേസിയായി കിടക്കുന്നു, പക്ഷെ വീട്ടിലൊരു ഗസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്റെ മോൾ അടുക്കളയിൽ ചെന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരും. ഇപ്പൊ അവൾ അടുക്കള തിരിഞ്ഞു നോക്കാല്ലോ, ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തരില്ല. എന്റെ പീരിയഡ്സ് സമയത്തും കൂടെ എന്റെ മോൾ എനിക്ക് ഒരു കാര്യം ചെയ്തു തരല്ലേ. പക്ഷെ അവൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അവൾ പഠിക്കുകയായിരുന്നു, സ്കൂളിൽ പോവുക, കോളേജിൽ പോവുക ചെയ്യും, പക്ഷെ അവൾ എന്നെ അടുക്കളയിൽ സഹായിക്കും. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്ന് അവരുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുക. ബട്ട് നൗ മൈ ഡോട്ടർ is not like that. So why? Because that Bambusa has lost that ആ ഒരു ഫൈബ്രസ് ടിഷ്യൂ പറയില്ലേ, ഐ മീൻ ഇഫ് ഐ പുട്ട് ഇറ്റ് ഓൺ ദ സെല്ലുലർ ലെവൽ, അവരുടെ ആ ഒരു സ്ട്രെങ്ത് പോയി, ആ ഒരു എബിലിറ്റി ടു പെർഫോം, they have lost that. And in this state, when they lose their strength, they lose the support system, they are in a state of anxiety. ഇതും കുറെയൊക്കെ നമുക്ക് IT പ്രൊഫഷണൽസിനും ഓൾഡ് ഏജിലൊക്കെ കാണാറുണ്ട്. ടു മച്ച് ഓഫ് anxiety for when they are alone, old age people, you know. അതുപോലെ പൈസ, ഇന്ത്യയിൽ ഉള്ള പൈസയൊക്കെ മക്കളെ നന്നാക്കാനും മക്കളുടെ കുടുംബത്തിനെ നന്നാക്കാനും ഒക്കെ ഞാൻ ചെലവഴിച്ചത്. ഇന്ന് എൻ്റെ കാശില്ല. Delusion, poor, anxiety, money matters. This is very common, especially in old age people. അപ്പം ഇത്രയും ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, റിലേറ്റീവ്സ് പറയും, അമ്മ ഏത് നേരം ഇങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് സ്റ്റേറ്റ് ആയിട്ടായിരിക്കാം, എന്തെങ്കിലും ചോദിച്ചാലും പറഞ്ഞാലും ഷി ബിക്കംസ് വെരി ഇറിറ്റേറ്റഡ്. സോ ഇറിറ്റബിലിറ്റി സ്പോക്കൺ ടു വെൻ, ഇറിറ്റബിലിറ്റി ഫ്രം മെന്റൽ എക്സേഷൻ, ഇറിറ്റബിലിറ്റി ടുവേർഡ്സ് ഹസ്ബൻഡ്, ടുവേർഡ്സ് ചിൽഡ്രൻ. ദിസ് ഇസ് വെരി വെരി ക്യാരക്ടറിസ്റ്റിക്. സോ ദിസ് കംസ് വെൻ ദ പേഷ്യന്റ് ഹസ് ഡിറ്റോറിയേറ്റ് ടു എ മോർ ഡീപ്പർ പെത്തോളജി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കൽ ലെവലിൽ നമ്മൾ നോക്കിയാൽ ഇന്റൻസിറ്റി, നമ്മളുടെ മൈസ്മാറ്റിക് നോക്കിയാൽ സോറാന്ന് സൈക്കോസിസിലോട്ടേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെന്റൽ ലെവലിൽ വി ക്യാൻ സീ ദിസ് കൈൻഡ് ഓഫ് ഇറിറ്റബിലിറ്റി വെൻ ഹീസ് ഓൾമോസ്റ്റ് ഓൺ ദ പീക്ക് ഓഫ് ഹിസ് സോറിക് സ്റ്റേറ്റ്. അപ്പൊ സോറിയെന്ന് സൈക്കോസിസിലോട്ടേക്ക് മൂവ് ആണ്. സോ ഓൺ ദ ഫിസിക്കൽ ലെവൽ ഓൾസോ യു ക്യാൻ സീ ദ പെത്തോളജി പ്രോഗ്രസിങ്. സോ ദാറ്റ് ഈസ് വെൻ ദ പേഷ്യൻസ് കംസ് ടു ദിസ് സ്റ്റേറ്റ്. And last, or totally broken down, you know. So now they are like, all that they want is, ഇതൊക്കെ എൻ്റെ തലയിലെഴുത്താണല്ലോ, ഇതൊക്കെ എൻ്റെ ഒരു വിധിയായി പോയല്ലോ, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്ത്, ഇന്ന് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. Now recently I had this lady, she is in Bangalore, one child is in America, one's daughter is in Australia. ഇതുപോലെ ബാത്റൂം അവര് കയറി വെളിയിൽ ഇറങ്ങിയപ്പോൾ, കുളിച്ചിറങ്ങിയപ്പോൾ സ്ലിപ്പായിട്ട് വീണു. Both the daughters did not go. They had their own reasons.
ബട്ട് ബോത്ത് ദ ഡോട്ടേഴ്സ് ഡിഡ് നോട്ട് ഗോ. അപ്പൊ ഈ സ്ത്രീക്ക് ഒബ്വിയസ്ലി അവിടെ ഹെൽപ്പ് ലൈനും അത് മക്കൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തു. ദൂരെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്തിട്ട് ഡോക്ടറെ അയക്കുക, ഓർത്തോപെഡിക്ക അതെല്ലാം ചെയ്തു കൊടുത്തു, സർവന്റിനെയും വെച്ചു കൊടുത്തു. പക്ഷെ ഈ സ്ത്രീ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നത് വീണതോ വേദനയെ പറ്റിയിട്ടോ ഫ്രാക്ചറിനെ പറ്റിയിട്ടോ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടോ അതിന്റെ എൻസൈറ്റി ഒന്നുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഡോക്ടറെ. ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാങ്ക് ജോലി ചെയ്ത് പോണ മുമ്പ് വീട്ടിലുള്ള കുക്കിംഗ് ഒക്കെ ചെയ്ത് പിള്ളേരെ നോക്കാനുള്ള സേഫ് ആയിട്ടുള്ള ഒരു അടുത്ത വീട്ടിലെ സ്ത്രീയെ ഏൽപ്പിച്ച് ഞാൻ പോകും. പിന്നെ ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് ഓടി വരും ഉച്ച നേരത്ത്. ചെറിയ മോള് ഉച്ചയ്ക്ക് വരുമായിരുന്നു, അവൾക്ക് വിളമ്പി കൊടുക്കും. പിന്നെയും ഞാൻ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ഉടനെ ഞാൻ ബാങ്കിൽ തിരിച്ചു പോകും. പിന്നെയും വന്നിട്ട് ഞാൻ രാത്രിക്ക് പിള്ളേർക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കും, രാത്രിക്കുള്ള ഡിന്നർ. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു ഡോക്ടർ. ആൻഡ് ദാറ്റ് ലേഡീസ് ഹസ്ബൻഡ് വാസ് സംവെയർ ഔട്ട്സൈഡ്. കാരണം വീട്ടിലില്ല, കുടുംബത്തിലില്ല. ഈ കുട്ടികൾ വളരുന്ന സമയത്ത് ഈ ഫീമെയിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്. അപ്പൊ സ്ത്രീ ഈ പ്രസന്റ് വെൻ ഐ എം ടേക്കിംഗ് ദ കേസ് ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഷീ ഹസ് സ്ട്രഗിൾഡ് ആൻഡ് നൗ വൈ both the daughters are not being justified. അപ്പൊ ഇതാ നമ്മൾ പറയുന്ന PQRS സിംറ്റംസ്. വാട്ട് ഈസ് PPP, പ്രസന്റ് സിംറ്റം, പ്രിഡോമിനന്റ് സിംറ്റം. ഇന്നിപ്പോ കാല് വേദനിക്കുന്നോ അല്ലെങ്കിൽ നീരുണ്ടെന്നോ അതൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ സ്ത്രീ പറയുന്നത് കഥ I struggled. I took so much of efforts. അതുപോലെ ബാങ്കിലായിരുന്നു റിട്ടയർമെന്റ് മണി പ്ലസ് അവരുടെ അവിടെ എവിടെയും കിടക്കുന്ന FDs ഇതൊക്കെ എടുത്ത് ചെലവ് ചെയ്ത് പിള്ളേരെ കല്യാണം കഴിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തു ഡോക്ടറെ. ഇന്ന് എൻ്റെ മക്കൾ എനിക്ക് കാശ് അയച്ചു തരാറില്ല. പെൺകുട്ടികളാണ്, ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ റിട്ടയർമെന്റ് പൈസയിലാണ് ജീവിക്കുന്നത്. എന്നാലും ഇതുപോലെ ഒരു എക്സ്ട്രാ വല്ല കാര്യങ്ങൾ വന്നാൽ മക്കൾ അറിഞ്ഞുകൊണ്ട് അയച്ചാറുണ്ട്. ആൻഡ് ഷീ ഈസ് ജസ്റ്റിഫൈങ്. ഒരു മോൾക്ക് അത്രേ ഉള്ളൂ, അവൾക്ക് അത്രയൊന്നും അയച്ചു തരാൻ പറ്റില്ല, മറ്റേ മോൾക്ക് അയച്ചു തരാൻ പറ്റും. ബട്ട് ഷീ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ്. So what is the story? The story is not about pain. The story is about how she is desperate to have a support, and how she is talking about the financial stress that she is undergoing, and how she has struggled all these days, and now she is without support. അപ്പം അതാണ് despair state. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു തീം എന്ന് പറഞ്ഞാൽ സ്പൈൻ. അപ്പോൾ വി ഓൾ നോ വി ഗീവ് ഫോർ മോസ്റ്റ് ഓഫ് ദ മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സിന് നമ്മളെല്ലാവരും ബാംബൂസ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. So the theme also revolves. Spine is central main support of the body, and the theme of support appears to be central. The patient desires support. They feel responsible for everything, but no one helps them. They desire change and freedom, but feel helpless and stuck in their life situation and becomes irritable, jealous, restless and sad. ഞാൻ പറഞ്ഞില്ല, അത്രയും pathology develop ആയിരിക്കുന്ന സമയത്ത് ഇത്രയും ഇറിറ്റബിലിറ്റിയും ജെല്ലസിയും റെസ്റ്റ്ലെസ്നെസ് ഒക്കെ കാണും. After prolonged anxiety and suffering, they eventually become overwhelmed by despair. Despair എന്ന് പറഞ്ഞാൽ ഒരു ആദി പിടിക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നിരിക്കും അവർ. സോ മോർ ദാൻ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേഷ്യന്റും her fracture was managed by the orthopedic there, and her financial situation was also manageable. But this daughter from US asked me to talk to the mother because ഒരു എന്തോ എൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു പ്രാന്ത് പിടിച്ച പോലെയാണ്. അത്ര വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. ഓർത്തോപെഡിക്കിനെ സംസാരിച്ച് ഓർത്തോപെഡിക് said the patient will be fine eventually. But this lady is gone into that state where she is becoming ഏത് നേരം ദേഷ്യപ്പെടുക, ഒച്ചയിടുക, അതുപോലെ പിള്ളേരെ ഫോണിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, വിഷമിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൂടെ ഹെൽപ്പിന് സ്ത്രീ വെച്ചിട്ട് ആ സ്ത്രീ പറയും ഏത് നേരം ഇങ്ങനെ സാഡ് ആൻഡ് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുക. സോ it is that kind of a deteriorated state of the mind where Bambusa actually gives a great support. So now again, this is nothing but anti-inflammatory, anti-diabetic, anti-helmintic, anti-ulcer, antioxidant, anti-aging, anti-cancer. ഇതൊക്കെ അവരുടെ പ്രോപ്പർട്ടീസ് ആണ്. നമ്മുടെ ലീവ്സ്, ഷൂട്ട്, സീഡ്സ് എല്ലാം കൂടി നോക്കിയാൽ the Bambusa plant has got tremendous potential, and that is the reason we can use it as a polycrest. അപ്പോൾ commonly, as I said earlier also, ankylosing spondylitis, lumbar spondylitis, cervical spondylitis, അതുപോലെ ഫീമെയിൽസിന് പ്രസവം ശേഷമുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ this is my what happens inside the clinic. Bambusa നമ്മളുടെ അടുത്ത് വരുമ്പോൾ most of the time, I'm not saying every time, most of the time നമുക്ക് തോന്നും പൾസെറ്റിലാണ് കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കും. 5 മിനിറ്റ് സംസാരിച്ചാലും ശരി, 15 മിനിറ്റ് സംസാരിച്ചാലും ശരി, 1 hour കേസ് ടേക്കിംഗ് എടുത്താൽ this patient is weeping with pain, weeping from weakness, weeping at riffles, telling sickness when telling offer. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരച്ചിലാണ്. ഒബ്വിയസ്ലി ഓൾഡ് ഏജ് ഓർ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്ത്രീ ഫോർസേക്കൺ ഫീലിംഗ്. ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു. അത് മക്കൾ മാത്രമല്ല, അനിയത്തിന്റെ മക്കള്, കൂട്ടുകുടുംബം, ഫ്രണ്ട്സ്, അടുത്ത വീട്ടുകാർ, എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഡോക്ടറെ. പക്ഷെ ഇന്ന് എനിക്ക് ആവശ്യം വന്നപ്പോൾ എന്റെ കൂടെ ആരുമില്ല.
That is the weeping from forsaken feeling. So this is a very common clinical presentation. So why I'm saying this is, നമ്മളിപ്പോ കേസ് നമ്മൾ ചെറിയ വേദനയോ ചുമയോ എന്തൊരു കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ വീപ്പിംഗ് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും പൾസറ്റിലാണ്. സോ വി ഷുഡ് ഓൾസോ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ബാംബൂസ. അച്ഛൻ കൊടുത്തിട്ടുണ്ട്, ഞാനും കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഹെഡേക്കിന് ബാംബൂസ. ആൻഡ് അധികം ഒന്നും ചോദിക്കേണ്ട, നമ്മൾ പറയില്ല 1-2 മിനിറ്റിൽ കേസ് എടുത്തു, പേഷ്യന്റ് ബാംബൂസ കൊടുത്തു ആൻഡ് ഹെഡേക്ക്, വാട്ട് എവർ ഹെഡേക്ക് ഇറ്റ് ഇസ്, ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ സില്ലി ഹെഡേക്ക് ഓർ ഇറ്റ്സ് എ മൈഗ്രെയിൻ ഹെഡേക്ക് ഓഫ് മെനി ഇയേഴ്സ്, ബാംബൂസ ഇസ് എ വെരി വെരി ഗുഡ് റെമഡി ഫോർ ഹെഡേക്സ്. അതിൽ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ ഈ 4 സിംറ്റംസ് അവരെന്തായാലും പറയും. സി ഐ എം നോട്ട് പുട്ടിംഗ് അപ്പ് എനി ഫിസിക്കൽ സിംറ്റംസ് ഹിയർ, ബിക്കോസ് ഫിസിക്കൽ സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാവരും 99% ഓഫ് വി ഹോമിയോപാത്സ് ആർ വെരി ഗുഡ് ഇൻ പ്രിസ്ക്രൈബിംഗ് ബേസ്ഡ് ഓൺ ഫിസിക്കൽസ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, വാട്ട് ദ പേഷ്യന്റ് ടെൽസ് യു ഓർ ഹൗ ദ പേഷ്യന്റ് ബിഹേവ്സ് വെൻ ദ പേഷ്യന്റ് ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പൊ തലവേദനിക്കുന്നു ഡോക്ടറെ, ഭയങ്കര തലവേദന, എനിക്ക് തോന്നുന്നു ഡോക്ടറെ എന്റെ തലയ്ക്ക് എന്തോ ഉണ്ടെന്നാ തോന്നുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും എന്ത് പറ്റി, എന്താ അങ്ങനെ തോന്നുന്നു? അല്ല ഡോക്ടർ, വല്ല ക്യാൻസർ എന്തെങ്കിലും ആയിരിക്കുമോ? അല്ല, എനിക്ക് എന്നും ഇടയ്ക്കിടയ്ക്ക് എന്ന് രാവിലെ എണിച്ചാലും ഒരു തലവേദന ഉണ്ട് ഡോക്ടറെ, എനിക്ക് തോന്നുന്നു തലയ്ക്ക് എന്തോ ഉണ്ട്, വല്ല ക്യാൻസറോ ട്യൂമറോ എന്തെങ്കിലും ആണോ? ഡോക്ടറെ ഒന്ന് എഴുതി തരൂ, ഒരു MRI ചെയ്തിട്ട് വരാം ഞാൻ. അല്ലെങ്കിൽ ഡോക്ടർക്ക് എന്താ തോന്നുന്നത്, ഞാൻ വല്ല സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ഒന്ന് പോട്ടെ ഡോക്ടറെ, ഒരു സോണോഗ്രാഫി എടുത്താലോ ഡോക്ടറെ. സോ ഹെഡേക്ക് ഈസ് ദെയർ ആൻഡ് യു മൈറ്റ് ബി ആസ്കിങ് വാട്ട് എവർ, തണുപ്പ് തെർമൽസ് ആയിരിക്കും നമ്മൾ ചോദിക്കേണ്ടാവുക, സ്ലീപ്പ് ആയിരിക്കും ചോദിക്കേണ്ടാവുക. ദ പേഷ്യന്റ് വിൽ ആൻസർ, ബട്ട് ദ പേഷ്യന്റ് വിൽ എംഫസൈസ് ഓൺ ദിസ് ഫാക്ട് ദാറ്റ് പ്ലീസ് സജസ്റ്റ്, ഒന്ന് എഴുതി തരൂ, ഞാൻ ഒന്ന് പോയിട്ട് എവിടെയെങ്കിലും സീനിയർ കൺസൾട്ടന്റിനെ പോയി കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോനോഗ്രാഫി ഒന്ന് സജസ്റ്റ് ചെയ്യും ഡോക്ടർ, നമുക്കൊന്ന് നോക്കിയാലോ ഡോക്ടറെ. ഡോക്ടർ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, വല്ല ക്യാൻസർ ആയിരിക്കും. ദിസ് ഈസ് വെരി വെരി ക്യാരക്ടറിസ്റ്റിക് സോ മച്ച് സോ ദാറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ഈ 2 വാക്ക് പേഷ്യന്റ് വായ തുറന്ന് ചോദിക്കുന്ന, ഡോക്ടറെ ഇൻവെസ്റ്റിഗേഷൻസ് എഴുതി തരൂ, എനിക്ക് തോന്നുന്നു എനിക്കൊരു ക്യാൻസർ ആണെന്ന് തോന്നിയാൽ ദാറ്റ്സ് ഇറ്റ്, ബാംബൂസ് ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു വർക്ക്. സോ ദാറ്റ് ഈസ് ലൈറ്റ് ഡിസയർ ആൻഡ് ഫിയർ ഓഫ് ക്യാൻസർ ഓർ സംതിങ് റോങ് ഇൻ ഇറ്റ്. അതുപോലെ ജസ്റ്റ് ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലൈക്ക്, നമ്മൾ മൊഡാലിറ്റീസ് ചോദിക്കുമ്പോൾ പറയാം എനിക്ക് നിശബ്ദമായിട്ട് വല്ല സ്ഥലത്ത് പോയിരിക്കണം എന്നാലേ എൻ്റെ തലവേദന മാറില്ല. രാവിലെ പിള്ളേരുടെ ബഹളം, സ്കൂളിൽ കൊണ്ടുപോകണം, ഹസ്ബൻഡിന് പോകണം, ഈ തിരക്കിന്റെ ഇടയിൽ എൻ്റെ തലവേദന നല്ലപോലെ കൂടും. പക്ഷെ അവരൊക്കെ പോയാൽ ശാന്തമായി, വീട് ശാന്തം, എൻ്റെ തലവേദന കുറയാൻ തുടങ്ങും ഡോക്ടർ. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് വാണ്ട്സ് ടു ബി ഡിസ്റ്റർബ്ഡ്, അവേർഷൻ ടു ബി, നമ്മൾ നേരത്തെ കണ്ടുവല്ലോ. സോ ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബാംബൂസ ഹെഡേക്ക്. ബാക്ക് ഏക്ക്, ഇതും ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പേഷ്യന്റിനെ ജസ്റ്റ് നോക്കിയിട്ട് ബാംബൂസ കൊടുക്കും. പിന്നെ എനിക്ക് മനസ്സിലാവണം നോക്കിയത് എന്താണെന്ന്. ബാക്ക് ഏക്ക് എന്ന് പറഞ്ഞാൽ എന്തൊരു മസ്കുലോ സ്കെലിറ്റൽ സിംറ്റംസ് ഉണ്ടെങ്കിലും ശരി, വെയിറ്റിംഗ് റൂമിൽ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഇരിക്കുന്ന ഇറ്റ് വാസ് ലൈക്ക് ആൻ ഓപ്പൺ കൺസൾട്ടിംഗ് റൂം. അപ്പോൾ മെയിൻ പേഷ്യന്റ് ഇവിടെ ഇരിക്കുന്നാലും അപ്പുറത്തൊക്കെ പേഷ്യൻസ് ഇരിക്കും, ടിപ്പിക്കൽ അവർ ഓൾഡ് സ്റ്റൈൽ ഓഫ് കൺസൾട്ടിംഗ് റൂംസ്. അപ്പോൾ പേഷ്യന്റ് നിൽക്കുന്നത്, ഈ ബാംബൂസ പേഷ്യന്റിന് സപ്പോർട്ട് വേണം. അപ്പോൾ കാലുവേന, നടുവേന, വട്ട് എവർ മസ്കുലോ സ്കെലിറ്റൽ സിംറ്റംസ് ഇറ്റ് ഈസ്, ഐ ഹാവ് ഓൾവേസ് സീൻ ദിസ് പേഷ്യന്റ് ഒന്നെങ്കിൽ നിൽക്കുന്ന പേഷ്യന്റ് എന്ന് വെച്ചാൽ ചാരി നിൽക്കും, ദ വാൾ ഷുഡ് ബി ടച്ചിങ് ഹിസ് ബാക്ക്, ഓക്കെ, ചാരി നിൽക്കും. അല്ലെങ്കിൽ തലവേദനയാണ് എന്നുണ്ടെങ്കിൽ ഓൺ ദ ടേബിൾ, തല ടേബിളിന്റെ മുകളിൽ ചാരി വെച്ച് കടക്കാൻ, റെസ്റ്റിംഗ് ഓൺ ദ ടേബിൾ, റെസ്റ്റിംഗ് സപ്പോർട്ട് അഗേൻസ്റ്റ് ദ വാൾ, ലീനിങ് ബാക്ക്, നടു പ്രോബ്ലം, കഴുത്തിന് പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ഒക്കെ നല്ലപോലെ ഇരിക്കുമ്പോൾ ഡോക്ടറിന് മുമ്പ് ഇരിക്കുക, അല്ലെങ്കിൽ വെയിറ്റിംഗിൽ ഇരിക്കുന്നാലും നല്ലപോലെ ചാരി ഇരിക്കും. ദിസ് സപ്പോർട്ട് ഷുഡ് ആക്ച്വലി ഹിറ്റ് ദ നെക്ക് ഓർ ദ ബാക്ക്. ദിസ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബാംബൂസ. This is the physical support that they crave for. They want firm support. Chair, table, wall, കാലിന്റെ സ്റ്റൂളിന്റെ മേലെ കാല് കയറ്റി വെച്ചിരിക്കുക. So this is the rest desire. They want to give rest to their painful parts. At the same time, they want to take the support of that particular strong support. ചെയർ, വാൾ, ടേബിൾ എക്സെട്ര. സോ ഒന്നും അറിയണ്ട, ഞാൻ പറഞ്ഞില്ലേ അച്ഛന്റെ പ്രിസ്ക്രിപ്ഷൻ രീതി അങ്ങനെയായിരുന്നു. അത് ഇവൻച്വലി ആണ് ഞാനിപ്പോ ഈ റുബ്രിക്സ് ആയിട്ടും ടോട്ടാലിറ്റി ആയിട്ടൊക്കെ അറിയുന്നത്. പക്ഷെ യു ജസ്റ്റ് സീ ദിസ് തിങ്സ് യുവർ പേഷ്യന്റ് ഈസ് ഡൂയിങ്, ടേക്കിംഗ് സപ്പോർട്ട്, ബാംബൂസ ഈസ് ദ റെമഡി. സ്റ്റുഡൻസ്, ഇത് പണ്ടും ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോഴും കണ്ടിട്ട്, ടുഡേ ഓൾസോ ലോട്ട്സ് ഓഫ് മിസ്റ്റേക്സ് ദ സ്റ്റുഡൻസ് വിൽ ഡു. അവർക്ക് മെമ്മറിക്കും പ്രശ്നമുണ്ട്, മിസ്റ്റേക്സിലും പല കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അക്ഷരങ്ങൾ തെറ്റിപ്പോവുക, O, B, F അങ്ങനെ ചെറിയ ചെറിയ ആൽഫബറ്റ്സ്. അതും സ്റ്റുഡൻസ് പറയുന്ന പുതിയ കുട്ടികളല്ല, 3, 4, 5, 10 വയസ്സായിട്ടുള്ള കുട്ടികൾ, നല്ലപോലെ പ്രായമുള്ള 18, 20, 23 years old സ്റ്റുഡൻസ് ഹു ആർ ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. എലിമെന്റ് ഫ്രം സ്ട്രെസ് ഉണ്ട് അവർക്ക്. കോമ്പറ്റേറ്റീവ് എക്സാം സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് 13, 14. അപ്പം ചെറിയ ചെറിയ തെറ്റുകൾ, എഴുതുമ്പോഴുള്ള തെറ്റുകൾ, അതുപോലെ ഹൗ മെനി ഡേയ്സ്, ഇപ്പം നമ്മൾ കൺസൾട്ടിങ് ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാം,
ഡോക്ടർ 10 days കഴിഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ കലണ്ടർ ചെക്ക് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ഡേ ഓഫ് യുവർ എക്സാം? ഓ ഇറ്റ്സ് ഓൺ, ഇഫ് യു കൗണ്ട് യുൽ സേ ഓ ആക്ച്വലി ദ എക്സാം ഇസ് ആഫ്റ്റർ 25 days ആൻഡ് ദിസ് ബോയ് ഇസ് ടെല്ലിംഗ് മീ ഇറ്റ്സ് ആഫ്റ്റർ 10 days. അപ്പോൾ ഡേയ്സ് കൗണ്ട് ചെയ്യാനും കൂടെ അവർക്ക് തെറ്റുപറ്റും. ടൈം കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ ദിസ് ബാംബൂസ വർക്ക്സ് വെരി ബ്രില്യൻറ്റ് ഇൻ സച്ച് സിനാരിയോസ്. അതുപോലെ മെമ്മറി ലോസ് ഓഫ് ഫോർ പ്രോപ്പർ നെയിംസ്, ഫോർ നെയിം ഓഫ് പേഴ്സൺസ്, ഫോർ പത്മപ്രിയ ഡോക്ടറെ ഇനി കൂടുതൽ ഭാഗം ഉണ്ടോ? ഇല്ല കഴിഞ്ഞു, എന്തായി. സോ സമയം പോയത് അറിഞ്ഞില്ല. ഓ, ഞാൻ എന്റെ നെക്സ്റ്റ് സ്ലൈഡ് താങ്ക് യു ആണ്. ആണോ? അപ്പോ സ്റ്റുഡൻസിനും നല്ല ഒരു റെമഡിയാണ് ഫർഗെറ്റ്ഫുൾ. സ്ത്രീകളും തന്നെ ഇത്രയും തിരക്ക് പിടിച്ച് ബഹളം പിടിച്ച് ജീവിക്കുന്ന ഓരോ സ്ത്രീകളും ആണുങ്ങൾ ആരാണെങ്കിലും ശരി, ദേ ഫർഗെറ്റ് ദ തിങ്സ്, ദേ ഡു ഗോ ഫോർ ഷോപ്പിംഗ്. ഒന്നിങ്ങനെ കടയിൽ സാധനങ്ങൾ വെച്ചിട്ട് മറക്കും, അല്ലെങ്കിൽ പിന്നെ ചാവിയും വെച്ച് മറക്കും. അങ്ങനെ മറവി എന്ന് പറയില്ലേ, മെമ്മറിക്ക് ദ ബെസ്റ്റ് നമ്പർ 1 റെമഡി ഈസ് ബാംബൂസ. സോ ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ഷെയർ ടുഡേ. അപ്പൊ നമ്മൾ എല്ലാവരും എല്ലാം പൊട്ടൻസി മേടിച്ചിട്ട് ഒന്നും കൂടെ ബാംബൂസേന, ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു 45-50 മിനിറ്റ്സിന്റെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി വായിച്ചാൽ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാംബൂസ. സോ ബാംബൂസ ക്യാൻ ബി അനദർ പോളിക്രസ് റെമഡി. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു കൺവേ ടുഡേ. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ലിസ്ണിംഗ്. ആൻഡ് പ്ലീസ് സീനിയേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ യുവർ എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ പത്മപ്രിയ ഡോക്ടറെ, വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ബാംബൂസയ്ക്ക് ഇത്രയും ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്തായാലും ഡോക്ടർ പറഞ്ഞ ഈ റൂബ്രിക്സുമായിട്ട് ദിവസം ഒരു പേഷ്യൻ്റെങ്കിലും വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാവരുടെ. അവർക്കെല്ലാം വളരെ ഉപകാരപ്രദം ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സീനിയർ ഡോക്ടേഴ്സൊക്കെ ഹാൻഡ് റൈസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. അമ്പാടി മാഡമാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത്. കുറുപ്പ് സാറേ, അമ്പാടി മാഡത്തിനെ വിളിച്ചിട്ട് സാറിനോട് വരും. അമ്പാടി മാഡം സംസാരിച്ചോളൂ. കേക്കാമോ? കേക്കാം. മോളെ പത്മപ്രിയെ, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അസല് ക്ലാസ് ആയിരുന്നു. എനിക്ക് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ബാംബൂസയുടെ ഏതൊക്കെ പൊട്ടൻസിയാ നമ്മൾ ഏതൊക്കെ പൊട്ടൻസി എടുക്കണ്ടേ? ഞാൻ സ്റ്റാൻഡേർഡ് അച്ഛൻ്റെ പഠിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ വെക്കുന്നതും 30, 200, 1M വരെ വെക്കാറുണ്ട്. പക്ഷെ അഗെയിൻ വെരി ബാഡ് കേസസ് ഓഫ് അൻകോലൈസിംഗ് സ്പോണ്ടിലോസിസ്, അങ്ങനെ പെത്തോളജിക്കൽ കേസസ് ആയിട്ട് മൈറ്റ് ആസ് വെൽ സ്റ്റാർട്ട് വിത്ത് 30. അതർവൈസ് പിന്നെ ഇതിന്റെ ലിറ്ററേച്ചർ ഏത് ബുക്കിലാണ് നമ്മളെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്? ബുക്ക് എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് അത് ചോദിക്കാൻ പാടില്ല. കാരണം ഞാൻ പോളിപോറസ് ഉണ്ട്. പോളിപോറസ് ബാംബൂസ തന്നെയാണല്ലോ, അതുണ്ട്. പക്ഷെ ഈ ബാംബൂസ ഇതിലില്ല, മർഫിയിലും ഇല്ല. പിന്നെ ഏതിലാ അത് ഉള്ളതെന്നൊന്നും പറയാമെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ സത്യമായിട്ട്, ഞാൻ ഒരു ബാംബൂസ പഠിക്കുന്ന പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച ബുക്സിന്റെ നോട്ട്സ് എൻ്റെ ഉണ്ടാവും. അച്ഛൻ പറയുന്ന കാര്യങ്ങളുണ്ടാവും, വേറെ പ്രൊഫസേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇന്നിപ്പോ ഞാൻ പറയുന്ന ഒരു പ്രസന്റേഷൻ പറയുമ്പോൾ ഒരു കമ്പൈലേഷൻ ഓഫ് എവറിത്തിങ് ദാറ്റ് ഐ ഹവ് ലേൺഡ്. അല്ലാണ്ട് ഞാൻ പിടിച്ചിരുന്ന് വായിച്ചതല്ല. പക്ഷെ ഇന്ന് ഐ ടെൽ യു, ഓൺലൈനിൽ അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ബാംബൂസ ഹോമിയോപ്പത്തിക് റെമഡി എന്ന് ഇട്ടാൽ there are many resources. അപ്പൊ അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പണ്ടില്ലാത്തത് റിസർച്ച് പേപ്പേഴ്സും കൂടെ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചില റിസർച്ച് പേപ്പേഴ്സ് എടുത്ത് വായിച്ചാൽ ഒന്നും കൂടെ അതിന്റെ ഡീറ്റെയിൽ വായിക്കാൻ പറ്റും. സോ ബുക്സ് മാത്രമാണ് എടുത്തു പറയാൻ പറ്റില്ല. അതുപോലെ സോഫ്റ്റ്വെയർസ് ഇന്നത്തെ കാലത്ത് ഇത് കേട്ടപ്പോ ഇത് എനിക്ക് നാളെ തന്നെ വാങ്ങിച്ചു കഴിക്കണം എന്നുള്ള സ്റ്റേജിൽ ഇരിക്കാൻ ഞാനിപ്പോ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മള് പേഴ്സണൽ ലെവലിൽ ഇഫ് യു സീ ദാറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. സഹായിച്ചിട്ടുണ്ട്. കോളനൈസ്ഡ് ഗ്രോത്ത് ആണല്ലേ ഡോക്ടർ രമാദേവി അമ്പാടിയുടെ. സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്കേ ഉള്ളെന്ന് തോന്നുന്നു. വെരി ബ്യൂട്ടിഫുൾ റെമഡി. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ എൻ്റെ അടുത്ത് മിക്കവാറും ഫോൺ വയ്ക്കുന്ന മുമ്പ് അമ്മു ഇന്ന് ബാംബൂസ എടുക്കണം. സോ ഐ മീൻ അതൊരു റൂട്ടീൻ ആയിട്ട് എടുക്കുക. അത് ആൻഡ് യു നെവർ നോ വൈ യു ടുക്ക് ഇറ്റ്, ബട്ട് യു വിൽ ഓൾസോ നോട്ട് നോ ഹൗ ഇറ്റ് ബെനിഫിറ്റഡ് യു, ബട്ട് ഇറ്റ് വർക്ക്സ്. എനിക്ക് കുറെ സിംറ്റംസ് അതിലുണ്ട് മോളെ, എനിക്ക് തോന്നുന്നുണ്ട് കുറെ സിംറ്റംസ്. എനിക്കൊരു ഗുണം തന്ന പോലെ ഉണ്ട്. ഓക്കെ, നാളെ തന്നെ ഞാൻ വാങ്ങിച്ചു കഴിക്കും. എന്നിട്ട് ഞാൻ ഫീഡ്ബാക്ക് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് സഹായമായി കാണുമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന പല റൂബ്രിക്സുകളും ഇതിൽ വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് കുറുപ്പ് സാറിലേക്ക്.
സാറേ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം ഡോക്ടർ പത്മപ്രിയ, വളരെ നന്നായിരുന്നു ക്ലാസ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ പലരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, പലയിടത്ത് വെച്ചും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ഡോക്ടർ രമാദേവി അമ്പാടി ചോദിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് അറിയാനുള്ളത് ഫാർമസിയിലൊക്കെ ഇത് അവൈലബിൾ ആണോ? ഇന്ത്യൻ ഫാർമസിയിലെല്ലാം വെരി മച്ച് അവൈലബിൾ. ദിസ് ഇസ് എ വെരി കോമൺ റെമഡി. നമ്മളുടെ മസ്കുലോസ്കെലിറ്റലിന്റെ എല്ലാ അസുഖത്തിനും മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. സോ നമ്മളുടെ മുംബൈയിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ആണല്ലോ. അന്നേരം ഞാൻ വലിയ താമസിക്കാതെ മേടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് വിവരങ്ങൾ പറയാം. ഏതായാലും വളരെ നന്നായിരുന്നു. സ്പീഡ് ഇച്ചിരി കൂടുതൽ, ശകലം കുറച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ നന്നായിരുന്നു. ഈ വലിയ ഇതുപോലെയുള്ള പുതിയ പുതിയ ഐറ്റംസുമായിട്ട് ഇങ്ങ് പോരട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനിയും പലരും ഇവിടെ പറയാൻ കാണും, അവർ പറയട്ടെ. ഓക്കെ, നന്ദി കൊക്കു സാറേ. അടുത്തത് നമുക്കുള്ള നമ്മുടെ മനോജ് ഡോക്ടർ വെയിറ്റിംഗിലാണ്. ഡോക്ടറിലോട്ട് പോകാം. മനോജ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ, വളരെ നന്ദി ഡോക്ടറെ. ഇത് ഈ പ്രസന്റേഷൻ കേട്ടപ്പോ എനിക്കൊരു പഴയ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. അതിന്റെ തിരക്കിലായിരുന്നു കേട്ടോ ഡോക്ടർ. അപ്പൊ ഇതാണ്: വീടിന് പൊന്മണി വിളക്കു നീ, തറവാടുന്നു നീ. കേട്ടില്ല ഡോക്ടറെ, ഒന്നും കേട്ടില്ല, പാട്ടൊന്നും കേട്ടില്ല കേട്ടാ. കേട്ടില്ലായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. അതൊരു പഴയ ഒരു സിനിമ പാട്ടുണ്ട്, അത് സിയോ ആന്റോ പാടിയതാണ്. വീടിന് പൊന്മണി വിളക്കു നീ, തറവാടുന്നു നിധി നീ കുടുംബിനി എന്നുള്ളൊരു പാട്ടാണ്. എനിക്ക് ബാംബൂ പ്രസന്റേഷൻ കേട്ടപ്പോ എനിക്ക് ആ പാട്ടാണ് ഓർമ്മ. അത് ഡോക്ടർ പറഞ്ഞാൽ വളരെ നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അവസാനം നമ്മൾ രമാദേവി ഡോക്ടർ പറഞ്ഞ പോലെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. ഇതിനകത്തൊരു ഈ ഡോക്ടർ സിഗ്നേച്ചർ പറഞ്ഞപ്പോൾ ചെറിയ സംശയമുള്ളത്, ഈ മുളയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് അത് അതിന്റെ കൂട്ടത്തിലുള്ളതിനെ വളർത്തുള്ളൂ, വേറൊരു ചെടി അതിന് കീഴിൽ വളരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ല, അത് പേഴ്സണാലിറ്റിയിലും അത് അവര് ഔട്ട് ഓഫ് ദ വേ പോയിട്ട് നാട്ടുകാരെ, ഫോർ എക്സാമ്പിൾ ഞാൻ വാനില കാർസിനോസിനൊക്കെ പറഞ്ഞില്ല, അവര് നാട്ടുകാരെയും കൂടി നന്നാക്കാനുള്ള ശ്രമത്തിൽ വട്ടത്തിരിക്കും. പക്ഷെ ബാംബൂസ പേഴ്സണാലിറ്റീസ്, ഞാൻ, എന്റെ കുടുംബം, എന്റെ സർക്കിൾ, മൈ ഫസ്റ്റ് സർക്കിൾ, മൈ സെക്കൻഡ് സർക്കിൾ, ഇപ്പൊ ഓഫീസ് ജോലി ചെയ്യുന്ന എന്റെ പ്രൊജക്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ മാത്രം. നേരെ മറിച്ച് വാനിലയോ കാർസിനോസിനൊക്കെ നോക്കിയാൽ ബാക്കി നാട്ടുകാരെയും കൂടെ ഒന്ന് പോയിട്ട് റോഡിൽ കിടക്കുന്ന മനുഷ്യനെയും കൂടി ഇപ്പൊ നന്നാക്കാനുള്ള, നിനക്ക് നിന്റെ CV എന്താണ്, ഞാൻ നിനക്ക് ജോബ് മേടിച്ചു തരട്ടെ. ബാംബൂസ വിൽ നോട്ട് ഡു ദാറ്റ്. അവർ ഓൺ കോളനി, അവർ ഓൺ പീപ്പിൾ, അതാണ് ബാംബൂസയുടെ തീം. എന്റെ ഫാമിലി, എന്റെ കുടുംബം. അതെ, ഇതിനകത്ത് വേറെ രസകരമായ സംഭവമുണ്ട്. പത്മപ്രിയ ഡോക്ടർ പ്രസന്റ് ചെയ്ത ടോപ്പിക് എല്ലാം നോക്കി ഓൾമോസ്റ്റ് ഇതേപോലെ മെഡിസിൻസ് ആയിരിക്കും. വാനില, കാൽസിനോസിൻ, കെയർ ടേക്കേഴ്സ് മെഡിസിൻ. പത്മപ്രിയ ഡോക്ടറുടെ ക്യാരക്ടർ ഒരു ഇതായിരിക്കും തോന്നുന്നു. എന്തായാലും വളരെ നല്ല പ്രസന്റേഷൻ. മാത്രമല്ല, ഈ തരത്തിലുള്ള അവതരണം എല്ലാവരുടെ മനസ്സിൽ നിൽക്കും. അഭിനന്ദനങ്ങൾ. അതെ, വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അടുത്ത നമ്മുടെ സൂര്യ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സൂര്യ ഡോക്ടറെ ഇല്ലേ? സൂര്യ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത് അറിയാതെയാണോ? ഉണ്ടോ? നെറ്റിന്റെ പ്രശ്നമായിരിക്കും ഡോക്ടറെ. അതാണ് കാര്യം. അപ്പൊ സൂര്യ ഡോക്ടർ എന്തോ പ്രശ്നമുണ്ട്, വരുന്നില്ല. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാൻ? സൂര്യ ഡോക്ടർ വേറൊരു ഇതിൽ വന്നിട്ടുണ്ടല്ലോ ഡോക്ടറെ. നെറ്റിന്റെ പ്രശ്നമാണ്, വേറൊരു ഫോണിൽ നിന്നായിട്ടും വരുന്നില്ല. ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഡോക്ടറെ ഒരു ഫോൺ ഓഫ് ചെയ്യോ? ഒരു സിസ്റ്റം ഓഫ് ചെയ്യോ? സോറി ഡോക്ടറെ, ഞാൻ ടാബിൽ കയറുമ്പോ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഡോക്ടറെ, ഞാൻ ചോദിക്കുന്നത് സിനോഡിയ വൾഗാരിസ് ആണോ ഈ ബാംബൂസ? അല്ല, ബട്ട് നെറ്റിൽ നമ്മൾ നോക്കുമ്പോ അലൻസിന് മാത്രമേ ഇത് കാണുന്നുള്ളേ. അതിനകത്ത് അലൻ ബാംബൂസ ഓറൻഡേഷ്യ എന്ന് പറഞ്ഞിട്ട് സിനോഡിയ വൾഗാരിസ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സെയിം ആണോ? അല്ല, ബാംബൂസ is not having another name. ഞാനൊന്ന് ഗൂഗിൾ ചെക്ക് ചെയ്യട്ടെ. ബാംബൂസ ഫുൾ നെയിം എന്താ ഡോക്ടർ?
ഞാൻ ഇതിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മിനിറ്റ്. അതന്നെ അരന്തേഷ്യ ലാസ്റ്റ് എങ്ങനെ വരുന്നുണ്ട്. ഓക്കെ 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 ഡോക്ടർ. ഇപ്പോഴത്തെ രമദേവി അതിനകത്ത് വേറൊരു അമ്പാടി പ്രോബ്ലം തന്നെ, അമ്പാടി 3000-ഓളം ഡോക്ടർ ടൈപ്പ് പറഞ്ഞത് വളരെ. അല്ല, രമദേവി അമ്പാടി ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി ലേഡീസിന് അത് ആവശ്യം വരും ഡോക്ടർ. അതുകൊണ്ട് ആ ബംബൂസ് ഒന്ന് കളക്ട് ചെയ്യാനായിരുന്നു. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ. ഇനി താങ്ക് യു. ആർക്കെങ്കിലും ഏകദേശം നമ്മളെ സമയം ആയിട്ടില്ല. അത് ഗൂഗിളില് ഞാൻ അതാ പറഞ്ഞത്, ഗൂഗിളില് ആ മരുന്നിന്റെ പേരിട്ടാ വി വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. ഓക്കെ ഓക്കെ ഡോക്ടർ. ഓക്കെ, ഐ വിൽ ട്രൈ ഡോക്ടർ. ബട്ട് യു ഷുഡ് റൈറ്റ് മരുന്ന്, ഏത് മരുന്ന് വെച്ചാൽ അതിന്റെ പേരിട്ട് അടുത്ത് ഹോമിയോപ്പത്തി റെമഡി എന്ന് ഇടണം. കാരണം അതിന്റെ പ്ലാന്റ് ഡീറ്റെയിൽസോ കെമിക്കൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട. സോ അലോങ് വിത്ത് ദാറ്റ്, ഇഫ് യു പുട്ട് ഹോമിയോപ്പത്തിക് ഡീറ്റെയിൽസ്, യു ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻ നീഡഡ്. പിന്നെ ഇഫ് യു ആർ യൂസിങ് എ സോഫ്റ്റ്വെയർ, ഹോമിയോപ്പത്തിക് സോഫ്റ്റ്വെയർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ ഹാസ് ഗോട്ട് all the books, all the repertories, all the materia medicas, all the research papers. അപ്പം അങ്ങനെ നമുക്ക് ഒരു ഏത് റെമഡി വെച്ചാൽ നമുക്ക് അങ്ങനെ അതിനെ വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ. ഇറ്റ് ഈസ് ബാംബൂസ ഓർഡിനേഷ്യ ആണോ? അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു. എന്തായാലും ഈ ഏത് ആ മെഡിസിനൽ കണ്ടന്റ് എന്താണോ അതിന്റെ ആ ഒരു ക്വാളിറ്റി പറഞ്ഞ് അത് ബോയ്റോൺ ഉണ്ട് ഡോക്ടർ, ബോയ്റോൺ ഉണ്ട്, ബോയ്റോൺ കമ്പനിക്ക് ഉണ്ട്. ഓക്കെ. ഓക്കെ. ആ സാധനത്തിന്റെ ആ പ്രോപ്പർട്ടി പറയുകയും പിന്നെ അതിന്റെ റൂബ്രിക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി പഠിക്കുമ്പോഴേ നമുക്ക് നന്നായി മനസ്സിലാക്കാനും മനസ്സിലിരിക്കുകയും ചെയ്യും. അത് നല്ല ഒരു ഡോക്ടറുടെ ആ രണ്ടും കൂടെ ഉള്ള ആ ഒരു പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പത്മപ്രിയ ഡോക്ടർ. Shopee and SBL also has got this medicine, doctor. അതെ, മിക്കവാറും everywhere in India, everywhere. As I said, this is not a rare remedy. This is not a new remedy. This is a very, very old remedy, and this is just uncommon remedy എന്ന് പറയാം. അല്ലാണ്ട് rare remedy എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫാർമസീസിലൊക്കെ ഈ മരുന്ന് വെക്കാറുണ്ട്. Okay, doctor. For us, it is a rare remedy and uncommon അത് remedy. എനിക്ക് തോന്നുന്നു നമ്മള് മിക്കവാറും മെജോറിറ്റി ഓഫ് ദ ഹോമിയോപാത്സ് വി പ്രിസ്ക്രൈബ് ഓൺ ദ ഫിസിക്കൽസ്. അപ്പൊ നമ്മള് ഒരു മസ്കുലോസ്കെലിറ്റൽ ലെവലില് പ്രിസ്ക്രൈബ് ചെയ്യായിരിക്കും. ബട്ട് ഈ രീതിയിൽ മനസ്സിലാക്കിയെടുത്താൽ ഇത് എങ്ങനെയും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോഴേ ഡോക്ടർ സിവിയർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് വിച്ച് പൊട്ടൻസി യു ഷുഡ് ഗിവ്? You should start with 30 and വേറെ pathology ഉണ്ടെങ്കിൽ, this is how I do. വേറെ ഏതെങ്കിലും associated pathology ഉണ്ടെങ്കിൽ you should go down to 6. Start with 6. അല്ലെങ്കിൽ നമ്മളുടെ കുറുപ്പ് സാറൊക്കെ പറയുന്ന പോലെ എല്ലാം പൊട്ടൻസി സ്റ്റാർട്ട് ചെയ്യണം അസോസിയേറ്റഡ് പത്തോളജി ഉണ്ടെങ്കിൽ. അതർവൈസ് അഗ്രിവേഷന്റെ ചാൻസസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു പറഞ്ഞു പോണതിന് മുമ്പ് സൂര്യ രാധാകൃഷ്ണൻ ഡോക്ടറെ നമ്മുടെ പത്മപ്രിയ ഡോക്ടർക്ക് നന്ദി പറയുന്നതിലൂടെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് പോയാ. ഓക്കെ ഡോക്ടർ. പത്മപ്രിയ ഡോക്ടർ ക്ലാസ് വളരെ നല്ല രസം, ഒരു സിനിമ കാണുന്ന പോലെയും ഒരു കഥ കേൾക്കുന്ന പോലെയും കേട്ടോണ്ടിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് IFEHന്റെ പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ ഞാൻ ഡോക്ടർക്ക് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. Thank you very much. Thank you IFPS. Thanks to everyone here. ഓക്കെ, നന്ദി ഡോക്ടർ സൂര്യ. അങ്ങനെ എന്തായാലും 1279 ദിവസം പത്മപ്രിയ ഡോക്ടറുടെ മനോഹരമായ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും പത്മപ്രിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you. അനീഷ് ഡോക്ടർ ഹോസ്റ്റ്.
ഡോക്ടറെ നരേഷ് ഡോക്ടറെ ആരാ ഹോസ്റ്റ്? മനോജ് ഡോക്ടറാണ്. IFPH ടെക് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ക്ലോസ് ചെയ്യാനാണോ ഡോക്ടറെ? അതെ ഇപ്പോഴേ കഴിഞ്ഞു. ഓക്കെ.